പ്രൈസ് ദി ലോർഡ്, 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 പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് സ്വർഗസ്ഥനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കാൻ പോവുകയാണ്. ജീസസ് ഫാമിലിയിലെ സകലർക്കും സ്വാഗതം. നമുക്ക് ഒന്നിച്ച് ദൈവത്തിൻ്റെ വചനം പഠിക്കാം. ഇന്നത്തെ വചനം അസാധാരണമായൊരു വചനം കർത്താവ് എൻ്റെ കഴിഞ്ഞ ആഴ്ച തന്നതാണ്. എന്തിനാണ്? നമ്മളെല്ലാവരും ക്രിസ്തുവിൽ വളരുവാൻ, കുറേ കൂടി വളരുവാൻ, ഉയരുവാൻ. ഹല്ലേലൂയ. ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായിരിക്കും, എനിക്ക് അനുഗ്രഹമായിരുന്നതുപോലെ. ഇന്നത്തെ എൻ്റെ സന്ദേശത്തിൻ്റെ തലക്കെട്ട് തളരാതെ ഓടാൻ. നീ, അത് ഏകവചനത്തിൽ ബഹുമാനത്തോടെ പറയുകയാണ്, നീ ജയാളിയായി ഓട്ടം തികയ്ക്കണം. അതെ, ദൈവത്തിൻ്റെ ആഗ്രഹം അതാണ്. നമ്മളെല്ലാവരും ഓട്ടം തികയ്ക്കണം. ജീവിതം ഒരു ഓട്ടക്കളമാണ്. ഒരു വിശ്വാസിയും അവിശ്വാസിയും ഓടുന്നു. വിശ്വാസി ദൈവത്തിൻ്റെ വചനപ്രകാരം ഓടണം, അവിശ്വാസി ഇഷ്ടമുള്ളതുപോലെ ഓടാം. ഹല്ലേലൂയ. പക്ഷേ നമ്മളെല്ലാവരും വിശ്വാസികളായിട്ട് ദൈവവചന പ്രകാരം ഓടണം. വിശ്വാസി ഓടുന്നത് ദൈവത്തിൻ്റെ വചനത്തിനകത്ത് അല്ല എന്ന് തോന്നിയാൽ ഉടനെ തിരുത്തുവാനും നമ്മൾ തയ്യാറായിരിക്കണം. ഇത് രണ്ട് ഉദ്ധരണികൾ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, എ അലൻ. ആരാണ് എ അലൻ? അമേരിക്കക്കാരനായിരുന്ന ഈ ദൈവദാസൻ പരസ്യമായിട്ട് ആയിരക്കണക്കിന് ആളുകൾ കൂടി വന്നിരിക്കുമ്പോൾ അത്ഭുതങ്ങൾ കാണിച്ചു, ജനങ്ങൾക്ക് കാണത്തക്കവണ്ണം. കൈ നിവരാത്തത് ഞാൻ കണ്ടു, വീഡിയോയ്ക്കകത്ത് കണ്ടു. കൈ നിവരുന്നു, നടക്കാൻ കഴിവില്ലാത്തവർ നടക്കുന്നു. അത്ഭുതകരമായിട്ട് പരസ്യമായിട്ട് രോഗശാന്തി വെളിപ്പെടുത്തിയ ഒരു മനുഷ്യനാണ് അദ്ദേഹം. ഇങ്ങനെ പറഞ്ഞു, ബിഫോർ വൺ ക്യാൻ വാക്ക് ആസ് ക്രൈസ്റ്റ് വാക്ക്ഡ് ആൻഡ് ടോക്ക് ആസ് ഹി ടോക്ക്ഡ്, ഹി മസ്റ്റ് ഫസ്റ്റ് ബിഗിൻ ടു തിങ്ക് ആസ് ക്രൈസ്റ്റ് തോട്ട്. അസാധാരണമായ ഒരു ഉദ്ധരണി. മലയാളത്തിൽ പറഞ്ഞാൽ, യേശു ക്രിസ്തു നടന്നതുപോലെ നടക്കുന്നതിനും അവൻ സംസാരിച്ചതുപോലെ സംസാരിക്കുന്നതിനും മുൻപായിട്ട് ക്രിസ്തുവേശു ചിന്തിച്ചതുപോലെ ചിന്തിച്ച് തുടങ്ങണം. എങ്കിൽ മാത്രമേ അവൻ സംസാരിച്ചതുപോലെ സംസാരിക്കുവാനും അവൻ നടന്നതുപോലെ നടക്കുവാനും നമുക്ക് സാധിക്കത്തുള്ളൂ. രണ്ടാമത്തെ ഉദ്ധരണി പറഞ്ഞത് എമി കാർമൈക്കൽ. ആരാണെന്നറിയാം? ഒരു മദാമ്മ. അന്നത്തെ കാലത്ത് തിരുവിതാംകൂറിൻ്റെ ഭാഗമായിരുന്നു. അവിടെ വന്നു കഴിഞ്ഞ് വലിയ പ്രവർത്തനങ്ങൾ നടത്തി. പലപ്പോഴും ഒന്ന് പോയി കാണുന്നത് നല്ലതായിരിക്കും കേട്ടോ. ആ സഹോദരി ഇങ്ങനെ പറഞ്ഞു, വെൻ ദ വിൻഡ് ബ്ലോസ് ഹാർഡ് ഓൺ എ ട്രീ ദ റൂട്ട് സ്ട്രെച്ച് ആൻഡ് ഗ്രോ സ്ട്രോങ്ങർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു മരത്തിന്മേൽ കാറ്റ് ശക്തമായി വീശുമ്പോൾ ആ മരത്തിൻ്റെ വേരുകൾ കൂടുതൽ വലിഞ്ഞ് വേര് ബലം പ്രാപിക്കുന്നു, മരം മേളിലോട്ട് വളരുന്നു. ദൈവവചനം പഠിക്കാം. എബ്രായർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായത്തിൻ്റെ 1, 2, 3 വാക്യങ്ങൾ. ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകപ്പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. തൻ്റെ മുമ്പിൽ വച്ചിരുന്ന സന്തോഷം ഓർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിൻ്റെ വലത്തുഭാഗത്തിരിക്കുകയും ചെയ്തു. നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതെ ഇരിപ്പാൻ പാപികളാൽ തനിക്ക് നേരിട്ട് ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചുകൊള്ളുവീൻ. ജീവിതം ഒരു ഓട്ടക്കളമാണ്. ജീവിതയാത്രയിൽ എന്തെങ്കിലും നേടണമെങ്കിൽ ലക്ഷ്യത്തിൻ്റെ ഫോക്കസ് നഷ്ടപ്പെടുത്തരുത്. ഫോക്കസ് എന്ന് പറഞ്ഞാൽ ഏകാഗ്രത, ഉന്നം എന്നൊക്കെ പറയാം. ഞാനൊരു ഡിക്ഷണറിക്കകത്ത് ഇങ്ങനെ കണ്ടു ഫോക്കസ് എന്നുള്ളതിൻ്റെ അർത്ഥം ചുറ്റുപുറവും എന്ന് പറഞ്ഞാൽ ഇവിടെ ഫോക്കസ് ആണെന്ന് വിചാരിച്ചോ. ഇതിൻ്റെ ചുറ്റുമുള്ളതൊക്കെ ചുറ്റും പുറവും ഉള്ളതിനെ മുഴുവൻ ഒഴിവാക്കി ആവശ്യമുള്ള ശ്രദ്ധാകേന്ദ്രത്തെ മാത്രം ശ്രദ്ധ ഉറപ്പിക്കണം. അപ്പോൾ ഉന്നം. ഞാൻ പട്ടാളത്തിലായിരുന്നല്ലോ 11 വർഷം 5 മാസമാണെന്ന് തോന്നുന്നു. അവിടെ ആയിരിക്കുന്ന സമയത്ത് ഞങ്ങളെ വെടിവെക്കാൻ കൊണ്ടുപോകുമായിരുന്നു പഠിപ്പിക്കാനായിട്ട്. റൈഫിളിനകത്ത് 2 വിധത്തിലുള്ള റൈഫിളുണ്ട്, 202, 303. അതിനകത്ത് 2 വെടിവെക്കാൻ ഞങ്ങളെ പഠിപ്പിച്ചു. LMG ലൈറ്റ് മെഷീൻ ഗണ്ണ്, അത് കഴിഞ്ഞിട്ട് സ്റ്റെയിൻ ഗണ്ണ്. ഇത്രയും ഞാനൊരു ക്ലർക്കായതുകൊണ്ട് ഇത്രയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. തന്നെയല്ല ഫൈറ്റിംഗ് ട്രൂപ്സിനകത്തായിരുന്നില്ല. അവിടെ വെച്ച് പഠിക്കുന്ന സമയത്ത് കാണിച്ചു, നിൻ്റെ ഉന്നം ബാക്കിയൊന്നും നോക്കരുത്. അതിനപ്പുറത്തുള്ള വേറൊരാൾ നടന്നു പോകുന്നുണ്ടായിരിക്കാം, വേറൊരാൾ ഇരിക്കുന്നുണ്ടായിരിക്കാം, ചിരിക്കും. പക്ഷേ നിൻ്റെ ഉന്നം, നമ്മുടെ ഈ ഉന്നം, നമ്മുടെ ഫോക്കസ്. അപ്പം ഞാൻ ഇനിയും സംസാരിക്കുമ്പോഴെല്ലാം ഫോക്കസ് എന്നുള്ള വാക്കായിരിക്കും ഉപയോഗിക്കുന്നത്. ആ സമയം മനസ്സിലാക്കണം. ജീവിതത്തിൽ നമുക്ക് ഒട്ടേറെ പരീക്ഷകൾ വരും. 2 വിധത്തിലുള്ള പരീക്ഷ വരും. ഒന്ന്, ദൈവത്തിൽ നിന്നുള്ള പരീക്ഷ. ദൈവം തരും. എന്തിനാണ് ദൈവം തരുന്നത്? വിജയിക്കുന്നവർക്കൊരു പ്രൊമോഷൻ കൊടുക്കാനായിട്ട്. മാത്രമല്ല, വിജയിക്കുന്നവർക്ക് അവരെ അർഹിക്കുന്നതായിട്ടുള്ള അനുഗ്രഹം ഈ ഭൂമിയിലും സ്വർഗത്തിലും തരാൻ, നമുക്കല്ലെങ്കിൽ പ്രൊമോഷൻ തരാനായിട്ട് ദൈവം തരും. എന്നാൽ പിശാച് തരും. എന്തിനാണ് പിശാച് തരുന്നത്? നമ്മുടെ ഫോക്കസ് മാറ്റി ദൈവം നമുക്ക് തരാൻ ആഗ്രഹിക്കുന്ന അനുഗ്രഹം നമുക്ക് നഷ്ടപ്പെടുത്താൻ.
മാത്രമല്ല നമ്മെ പരാജയബോധത്തിൽ, കുറ്റബോധത്തിൽ നടത്താൻ ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ശത്രു, ബലഹീനത കുറ്റബോധമാണ്. എന്തെങ്കിലും പണ്ട് ചെയ്ത് ഭാര്യ ഒന്ന് അടിച്ചുപോയി, വേറൊരു കാര്യം ചെയ്തു പോയി, ഏതിൻ്റെയെങ്കിലുമൊക്കെ കുറ്റബോധത്തിൽ നടക്കുവാൻ. എൻ്റെ ഈ ശബ്ദം കേൾക്കുന്നത് ശ്രദ്ധിക്കണം. നിങ്ങൾ ഏതെങ്കിലും കുറ്റബോധത്തിലാണോ ഭാര്യയെ അടിച്ചതിനകത്ത്, ഏതെങ്കിലും മോഷ്ടിച്ചതിനകത്ത്, അല്ലേ? ഏതെങ്കിലുമൊക്കെ മോഷ്ടിച്ച്. ഞാൻ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് എൻ്റെ ജ്യേഷ്ഠനെ കാണാൻ പോയി, എൻ്റെ അമ്മച്ചിയുടെ ജ്യേഷ്ഠത്തിൻ്റെ മകനെ, കസിൻ ബ്രദറിനെ കാണാൻ പോയി. അവിടെ ചെന്നപ്പോഴേ ചെമ്മീൻ എന്ന് പറഞ്ഞ പുസ്തകം കണ്ട് എനിക്കിഷ്ടപ്പെട്ടു. ഞാൻ ആരും കാണാതെ, അച്ചായനും കാണാതെ, ചേച്ചിയും കാണാതെ, ചാച്ചാൻ്റെ ഭാര്യ ചേച്ചിയും കാണാതെ ഞാനെടുത്തിട്ട് എൻ്റെ നിക്കറിനകത്ത് ഇങ്ങനെ അകത്തോട്ട് കയറ്റി വെച്ചുകൊണ്ട് പോരുന്നു. മോഷ്ടിച്ചു. രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ എഴുതിയ അച്ചായൻ്റെ കഥ, അച്ചായ ഞാൻ ആ ചെമ്മീൻ എന്ന് പറഞ്ഞ പുസ്തകം എടുത്തായിരുന്നു. എൻ്റെ പപ്പായുടെ ഒരു കസിൻ്റെ മോൻ്റെ പോക്കറ്റിൽ നിന്ന് ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലത്ത് 30 രൂപ മോഷ്ടിച്ചു. ദൈവത്തിൻ്റെ കൃപ കൊണ്ട് ഇതെല്ലാം നിരപ്പ് പ്രാപിക്കുവാൻ സാധിച്ചു. ദൈവമായിട്ട് നിരപ്പ്, മനുഷ്യരുമായിട്ട് നിരപ്പ്. എവിടെയെല്ലാം ഞാൻ ഭാര്യയെ 3 പ്രാവശ്യം അടിച്ചാൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, 40 വർഷത്തിന് മുമ്പ് 3 പ്രാവശ്യം അടിച്ചു, 1, 2, 3. എന്നാൽ ഭാര്യയ്ക്ക് ക്ഷമ ചോദിച്ചു. മാത്രമല്ല ലില്ലിയെ കൊണ്ട് ഞാൻ പറയിച്ചു, അച്ഛനോട് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. അപ്പോൾ കുറ്റബോധമില്ലാതെ ജീവിക്കണം. കുറ്റബോധത്തോടെയാണെങ്കിൽ അനുഗ്രഹം ദൈവത്തിൽ നിന്ന് പിടിച്ചെടുക്കാൻ പ്രയാസമായിരിക്കും. തിരുവചനത്തിൽ ഫോക്കസ് തെറ്റാതെ ഓടിയ പലരെ പറ്റിയും വിവരിച്ചിട്ടുണ്ട്. നോഹ 120 വർഷം ആ ബോട്ട് പണിതത്. ഒരു കപ്പലാണ് അത് പണിത്. 120 വർഷം പെട്ടകം എന്ന് എഴുതിയിട്ടുണ്ടല്ലേ. ഒരു കപ്പലാണ് വാസ്തവത്തിൽ, അല്ലെ? പെട്ടി പോലിരിക്കുന്നു എന്നുള്ളത്, അതുകൊണ്ടായി പെട്ടകം എന്ന് എഴുതിയിരിക്കുന്നത്. 120 വർഷം, 10, 20, 30, 40, 50 വർഷം കഴിഞ്ഞപ്പോൾ നിർത്തിക്കളയാമെന്ന് വിചാരിച്ചില്ല. ദൈവത്തിൻ്റെയൊക്കെ പറഞ്ഞില്ല, എന്നെക്കൊണ്ട് ഇത്രയൊക്കെ ഉള്ളൂ, വേറെ ആരെങ്കിലും ഇല്ല. അവൻ്റെ ഓട്ടം, അവൻ്റെ ഫോക്കസ് തെറ്റിയില്ല. എന്താണ്? വെള്ളം വരുമ്പോൾ പൊങ്ങിക്കിടക്കാനുള്ള, ദൈവം പറഞ്ഞൊരു മഴ വരുമെന്ന്, അന്ന് പൊങ്ങിക്കിടക്കാനുള്ള ഒരു പെട്ടകം ഉണ്ടാക്കണം. അവൻ്റെ ഫോക്കസ് അതായിരുന്നു. അബ്രഹാം വാഗ്ദത്ത ദേശത്തേക്ക് നാടും കൂടും വിട്ട്, സ്വന്തം നാടും വീടും കൂട്ടി യാത്ര ചെയ്തു. എവിടേക്ക് പോകുന്നറിയാതെ നടന്നു. എന്താ കാര്യം? ദൈവം വാക്ക് പറഞ്ഞു. അതായിരുന്നു അവൻ്റെ ഫോക്കസ്. നീണ്ട വർഷം, ഏകദേശം 100 വർഷം അവൻ നടന്നു. എവിടത്തേക്ക് പോകുന്ന അറിയാൻ വയ്യ. വാഗ്ദത്ത ദേശത്ത് ചെന്നു. എന്നാലും സ്വന്തമായിട്ട് വീടില്ല. ചിലപ്പോൾ നിൻ്റെയും ഫോക്കസ് സൂക്ഷിക്കേണ്ട വിഷയം അതാണ്. ദീർഘനാളായിരിക്കാം. നോഹയെപ്പോലെ 120 വർഷം, അല്ല അബ്രഹാമിനെ പോലെ ചിലപ്പോൾ 100 വർഷം. അബ്രഹാമിൻ്റെ 3 ദിവസത്തെ മകനെ യാഗം കഴിക്കാനുള്ള യാത്രയോ 3 ദിവസത്തേക്ക് എന്ത് പിരിമുറുക്കമായിരുന്നു അറിയാമോ? ഹല്ലേലൂയ. പക്ഷേ ആ സമയത്തും അവൻ അറിയാമായിരുന്നു, അവനൊരു ഫോക്കസ് ഉണ്ടായിരുന്നു. എന്താണ്? ഞാൻ എൻ്റെ പാസ്റ്റർ പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ പട്ടാളത്തിലായിരിക്കും കേട്ടിട്ടുണ്ട്. എൻ്റെ ആദ്യത്തെ പ്രസംഗം കേട്ടതാണ്. അതായിരുന്നു ഞാൻ കേട്ട ആദ്യത്തെ പ്രസംഗം. ഞാൻ എൻ്റെ ബൈബിളിനകത്ത് രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഞാനത് എഴുതിയെടുത്തു. എന്താണ്? അവൻ പോകുമ്പോഴും അവൻ അറിയാമായിരുന്നു, ദൈവത്തിൻ്റെ വാഗ്ദാനമുണ്ട്, എൻ്റെ മകനിലൂടെ എൻ്റെ തലമുറ വലുതാവും. അങ്ങനെയാണെങ്കിൽ ഞാൻ അവനെ യാഗം കഴിച്ച് കഴിയുമ്പോൾ അവിടെ കിടക്കുന്ന ചാര ഒരുപിടി വാരി ആകാശത്തേക്ക് എറിഞ്ഞിട്ട് ചോദിക്കും, എവിടെ നിൻ്റെ വാഗ്ദാനം? അവനൊരു ഫോക്കസ് ഉണ്ടായിരുന്നു. യാഗം 3 ദിവസത്തെ പിരിമുറുക്കത്തിനകത്തും അവൻ തിരിഞ്ഞു നടക്കാതെ ഇരുന്നത് അവനൊരു ഫോക്കസ് ഉണ്ടായിരുന്നു. എൻ്റെ മകനെയും കൊണ്ട് ഞാൻ ഇറങ്ങി വരത്തുള്ളൂ. എനിക്കും നിനക്കും ഒരു ഫോക്കസ് ഉണ്ടായിരിക്കട്ടെ. യാക്കോബ് ദൈവത്തെ കണ്ടുമുട്ടി. അതിനു മുമ്പേ അപ്പനെയും കളിപ്പിച്ചു, ചേട്ടനെയും കളിപ്പിച്ചു, കാര്യം ശരിയാണ്. പക്ഷേ ദൈവത്തെ കണ്ടുമുട്ടിയത് മുതൽ അവൻ വിശ്വസ്തനായിട്ട് ജീവിച്ചു. എന്താ കാര്യം? അവനൊരു ഫോക്കസ് ഉണ്ടായിരുന്നു. 14 വർഷം മുറപ്പെണ്ണിൻ്റെ കൂടെ ആടിനെയും തീറ്റി വെള്ളം കോരാനും ഒക്കെ പോയതാണ്. അവൻ കുരുത്തക്കേട് കാണിച്ചില്ല. എന്താ കാര്യം? അവനൊരു ഫോക്കസ് ഉണ്ടായിരുന്നു. എന്താ എൻ്റെ ഫോക്കസ്? അബ്രഹാമിന് കൊടുത്ത വാഗ്ദത്തം ഞാൻ പ്രാപിച്ചെടുക്കും. എൻ്റെ ജ്യേഷ്ഠനോ തെറ്റിച്ച് കളഞ്ഞു, എൻ്റെ ജ്യേഷ്ഠനോ അത് കാര്യമാക്കില്ല, ഗൗനിച്ചില്ല. എന്നാൽ എനിക്ക് അങ്ങനെയല്ല. എനിക്കും നിനക്കും ഒരു ഫോക്കസ് ഉണ്ടായിരിക്കട്ടെ. യാക്കോബ് പാപം ചെയ്തില്ല. 7 വർഷം കഴിഞ്ഞപ്പോൾ, 7 വർഷം അമ്മാച്ചൻ ജോലി കൊടുത്തതാണ്. എൻ്റെ മോളെ വേണമില്ലേ? 2 പെൺമക്കൾ, 2 കൂടുതൽ മക്കളുണ്ട്. അതിനകത്ത് 2 പേര് കല്യാണപ്രായമായി നിൽക്കുക. മൂത്തതിനെ വേണോ? വേണ്ട. എന്താ കാര്യം? അവൾ പൂച്ചക്കണ്ണിയാണ്. പൂച്ചക്കണ്ണിയല്ല കേട്ടോ. കേരളത്തിൽ പൂച്ചക്കണ്ണിക്കൊന്നും വിലയില്ല. കല്യാണം നടക്കാൻ വലിയ പ്രയാസമാണ്. വടക്കേ ഇന്ത്യയിൽ അയ്യോ എൻ്റെ ദൈവമേ അവരുടെ പുറകെ നടക്കുക. വീട്ടുകാരൊക്കെ പറയും, അയ്യോ ഞങ്ങൾക്ക് സ്ത്രീയൊന്നും തന്നില്ലേലും വേണ്ടിയില്ല. കാരണം അവർ പറയുന്നത് വെള്ളിക്കണ്ണിക്കാരി എന്നാണ്. അവർക്ക് വില കൂടുതലാണ്. അവൾ വാസ്തവത്തിൽ പൂച്ചക്കണ്ണിയൊന്നും ആയിരുന്നില്ല, കലങ്ങിയ കണ്ണുകളുള്ളായിരുന്നു. അപ്പോൾ നോക്കുമ്പോൾ സൂര്യനെ ഒന്നും നോക്കാൻ വയ്യ, കലങ്ങിയ കണ്ണുകളാണ്, കാണാനും വലിയ ഇതല്ല, അതുകൊണ്ട് വേണ്ട. പക്ഷേ രണ്ടാമത്തോളെ ഇഷ്ടം തോന്നി. അവിടെ കൂടെ പോച്ച പറിക്കാൻ പോയി, അവിടെ കൂടെ ആടിനെ തീറ്റാൻ പോയി, അവിടെ കൂടെ വെള്ളം കോരാൻ പോയി. പക്ഷേ ഒരു കാട്ടി വെച്ചിട്ട് സൗകര്യം ഉണ്ടായിരുന്നിട്ടും അവന് വേണമെങ്കിൽ അവസരം ഉണ്ടായിരുന്നു, അല്ലേ? 7 വർഷം കഴിഞ്ഞിട്ട് വേണമെങ്കിൽ അവൻ അവകാശം പറയാം, എൻ്റെ അമ്മായിപ്പനെ എന്നെ ചതിച്ചതല്ലയോ, അവൾ എൻ്റേതാണ്. ഇല്ല, ചെയ്തില്ല. ഇനിയും പറയുന്നത് കേട്ടോ, നിനക്ക് അവസരം കിട്ടിയാലും നിനക്കൊരു റൈറ്റ് ഉണ്ടെന്ന് തോന്നിയാലും പാപം ചെയ്യരുത്. അവൻ്റെ ലക്ഷ്യം എന്തായിരുന്നു?
എൻ്റെ വല്യപ്പച്ചൻ്റെ അനുഗ്രഹം എനിക്ക് പിടിച്ചെടുക്കണം. നിൻ്റെ ഫോക്കസ് തെറ്റിപ്പോകുവാൻ ഇടയായി തരരുത് കേട്ടോ. ഹല്ലേലൂയ. ജോസഫ് ബാല്യത്തിൽ സ്വപ്നം കണ്ടതാണ്. 1 അല്ല 2 പ്രാവശ്യം കണ്ടോ. അത് കഴിയുമ്പോൾ അവന് നീണ്ട 13 വർഷത്തെ പരീക്ഷകളായിരുന്നു ദൈവം കൊടുത്തത്, സാഹചര്യം കൊടുത്തത്. അവൻ കഷ്ടത്തിലായി. അവൻ്റെ വസ്ത്രമെല്ലാം പറിച്ചെടുത്തു, നഗ്നനാക്കി. അടിവസ്ത്രം ഉണ്ടായിരുന്നു, എനിക്കറിഞ്ഞുകൂടാ കേട്ടോ, എനിക്കറിഞ്ഞുകൂടാ. അന്ന് അടിവസ്ത്രമുള്ള കാലമല്ല. കിണറിനകത്തിട്ടു, കിണറിനകത്തൊന്ന് വലിച്ചെടുത്തു. ഈ കിണറിനകത്തൊന്ന് വലിച്ചെടുക്കാൻ കയറ് കെട്ടി വെച്ച് വലിച്ചെടുത്തു. ആ കയർ ഉരഞ്ഞു കാണും. എൻ്റെ പപ്പായുടെ വീട്ടിൽ, ഞാൻ ജനിച്ചു വളർന്ന വീട്ടിൽ പശുക്കൾ കാണും. 3, 4, 5 പശുക്കൾ എപ്പോഴും കാണും. 4 കുറഞ്ഞ് കാണും. 3 അല്ല 4 കാണും. ഈ പശുക്കളെ കൊണ്ട് കിട്ടും. ഒരിക്കലല്ല 2 പ്രാവശ്യം അങ്ങാണ്ട് ഈ കയറുണ്ട്. നിങ്ങളുടെ കാലയിൽ കാണാം കയറ് ഉരഞ്ഞിട്ടുണ്ടോ? ഉരഞ്ഞിട്ടുള്ളവർക്കേ അറിയാത്തുള്ളൂ. മരുന്ന് പുരട്ടിയാൽ പോലും കരിയത്തില്ല. അപ്പോൾ അവൻ്റെ ശരീരത്തിൽ ഈ കയറ് പിടിച്ച് വലിച്ചെടുക്കുമ്പോൾ അവൻ്റെ ശരീരത്തിന് നോവലുണ്ടായി. പക്ഷേ അന്നേരവും അവനൊരു ലക്ഷ്യമുണ്ടായിരുന്നു, ഫോക്കസ് ഉണ്ടായിരുന്നു. എന്താണ്? അബ്രഹാമിൻ്റെ അനുഗ്രഹം എനിക്ക് വേണം. ഞാൻ കണ്ട ആ സ്വപ്നം ഇതുപോലെ സംഭവിക്കണം. സ്വപ്നമായിരുന്നു അവൻ്റെ ഫോക്കസ്, അല്ലേ? അപ്പോൾ അവൻ്റെ ജീവിതത്തെ കാത്തു സൂക്ഷിച്ചു. അടിമയായിട്ട് പോയി. അന്നേരം ആ സുന്ദരിയായ വീട്ടിലെ ആൻറ്റി, കൊച്ചമ്മ, മാഡം ഇരുന്നില്ല. എന്താ കാര്യം? അവനൊരു ഫോക്കസ്. എൻ്റെ സ്വപ്നം യാഥാർത്ഥ്യമാകണമെങ്കിൽ അല്പനേരത്തെ സുഖത്തിന് വേണ്ടി, അല്ലെങ്കിൽ 1 മാസത്തെ സുഖത്തിന് വേണ്ടി, അല്ലെങ്കിൽ 2 മാസത്തെ, അല്ലെങ്കിൽ 3-4 മാസത്തെ, പോട്ടെ 1 വർഷത്തെ സുഖത്തിന് വേണ്ടി ഞാൻ എന്നെ കല്യാണം കഴിച്ചതാണ്. പോയാൽ വലിയ കുഴപ്പമൊന്നുമില്ല, നമ്മൾ വിചാരിക്കുന്നുള്ള കുഴപ്പമൊന്നുമില്ല. അവൾക്കൊരു ഭർത്താവുണ്ട്. അപ്പോൾ എന്തെങ്കിലും പരാതി വന്നു കഴിഞ്ഞാൽ അവിടെ ചാരിക്കും. ഇല്ല, അവൻ ചെയ്തില്ല. എന്താ കാര്യം? അവൻ്റെ ലക്ഷ്യം ഞാൻ കണ്ട സ്വപ്നത്തിന് എനിക്ക് യാഥാർത്ഥ്യമായി തരണം. നിനക്കൊരു സ്വപ്നമുണ്ടോ? നിൻ്റെ ഭാവിയെപ്പറ്റി ഒരു സ്വപ്നമുണ്ടോ? അത് തട്ടിക്കളയാൻ പിശാച് ശ്രമിക്കും. പിശാചിന് അവസരം കൊടുക്കരുത്. മുമ്പോട്ട് പോവുക. ഹല്ലേലൂയ. നിൻ്റെ ഫോക്കസ് ഉണ്ടെങ്കിൽ നിൻ്റെ സ്വപ്നം നിറവേറുന്ന ഒരു ദിവസം വരും. അത് തട്ടിക്കളയാൻ പിശാച് ശ്രമിക്കും. പിശാചിൻ്റെ വഴിക്ക് വേണ്ടി പോകരുത്. കള്ളിൻ്റെ പുറത്തെ പോകരുത്, കഞ്ചാവിൻ്റെ പുറകെ പോകരുത്, പെണ്ണിൻ്റെ പുറകെ പോകരുത്, പുരുഷന്മാരുടെ പുറത്തെ പോകരുത്, പണത്തിൻ്റെ പുറകെ പോകരുത്, കസേരയുടെ പുറകെ പോകരുത്. ഏലിയാടൊക്കെ ചോദിച്ചാട്ടെ, എലീശാടൊക്കെ ചോദിച്ചാട്ടെ, അവർക്കെല്ലാവർക്കും ഒരു ഫോക്കസ് ഉണ്ടായിരുന്നു. നെഹമ്യാവിൻ്റെയൊക്കെ ചോദിച്ചാട്ട് ഒരു ഫോക്കസ് ഉണ്ടായിരുന്നു. യോഹന്നാൻ സ്നാപകൻ്റെയൊക്കെ ചോദിച്ചാട്ട് അവനൊരു ഫോക്കസ് ഉണ്ടായിരുന്നു. എന്താണ്? മശിഹായ്ക്ക് വേണ്ടി വഴി തുറക്കാനാണ് എന്നെ വിട്ടിരിക്കുന്നത്. അവന് വേണ്ടി വഴി നിരത്താനായിട്ട് എന്നെ വിട്ടിരിക്കുന്നത്. അത് നിറവേറണം. മരുഭൂമിയിലാണ് താമസിച്ച്. തിന്നത് എന്തുവാ? വെട്ടുക്കിളി. നമ്മൾ പറയുന്നത് വെട്ടുക്കിളിയെ കണ്ടിട്ടില്ലയോ? അത് അല്ല, ഒരു ചെടിയാണെന്നും പറയുന്നു. അല്ല, അറബികളുടെയൊക്കെ ചോദിക്കാമെങ്കിൽ അവരിപ്പോഴും കാണാം കേട്ടോ. ഞാൻ കണ്ടിട്ടുണ്ട് അവർ പറിച്ചു തന്നെ. വെട്ടുക്കിളിയെ പിടിക്കും. പക്ഷേ എൻ്റെ കാലും ഇങ്ങനെ പറിച്ചു കാണിക്കാം. അതെന്താ ജീവിച്ചേ? അവൻ്റെ കൂടെ ഉള്ളവർ നല്ല വീട്ടിൽ ഉറങ്ങുമ്പോൾ, അവൻ്റെ കൂടെ ഉള്ളവർ നല്ല ആട്ടിറച്ചിയൊക്കെ തിന്ന് കഴിയുമ്പോൾ പക്ഷേ അവൻ്റെ ഒരു ഫോക്കസ് എന്താണ്? എന്നെ അയച്ചിരിക്കുന്നത് മശിഹായിക്ക് വേണ്ടി വഴിയൊരുക്കാനാണ്. എനിക്കും നിനക്കും നമ്മുടെ വേലയെപ്പറ്റി, നമ്മുടെ കുടുംബത്തെപ്പറ്റി, നമ്മുടെ ബിസിനസ്സിനെ പറ്റി ഒരു ഫോക്കസ് ഉണ്ടായിരിക്കട്ടെ. പൗലോസിനെ നോക്കിയാട്ടെ, സുവിശേഷം എത്തിയിട്ടില്ലാത്ത ഇടങ്ങളിൽ സുവിശേഷം എത്തിക്കണമെന്നൊരാഗ്രഹം, ഒരു വലിയ വെമ്പൽ. ഹല്ലേലൂയ. ഒരു തൂഫാൻ എക്സ്പ്രസ് പോലെ, ഒരു ഹൈ സ്പീഡ്, ഏതെങ്കിലും ഒരു വലിയ ജെറ്റ് പ്ലെയിൻ പോകുന്നത് പോലെ അവൻ ഓടി നടന്നു. അന്നത്തെ കാലത്തെ അറിയപ്പെടുന്ന എല്ലാ ലോകത്തിലും അവൻ സുവിശേഷം എത്തിച്ചു. എന്തുകൊണ്ട്? അവനൊരു ഫോക്കസ് ഉണ്ടായിരുന്നു. ഞാൻ കഷ്ടം സഹിച്ചാലും എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന വേല ചെയ്തു തീർക്കണം. അപ്പോസ്തലപ്രവൃത്തി 20:24 വായിക്കണം. ലിവിങ് ബൈബിൾ ഉണ്ടെങ്കിൽ അതിനകത്ത് വായിക്കണം. എനിക്കൊരൊറ്റ ആഗ്രഹമേ ഉള്ളൂ, എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന വേല ചെയ്തു തീർക്കണം. സുവിശേഷം എത്തിയിട്ടാത്തടുത്ത് സുവിശേഷം എത്തിച്ചില്ലെങ്കിൽ എൻ്റെ ജീവിതം വൃഥാവാണ്. ഹല്ലേലൂയ. നിങ്ങൾക്കൊരു ഫോക്കസ് ഉണ്ടായിരിക്കട്ടെ. നാമും ജീവിതത്തിൽ എന്തെങ്കിലും നേടണമെങ്കിൽ നമ്മുടെ ഫോക്കസിൽ നാം കണ്ണുനൊട്ടിയിരിക്കണം. മുഴുവൻ ശ്രദ്ധയോടെ കണ്ടുവച്ചിരിക്കണം. സ്ഥിരതയോടെ ഓടണം. ഇതിന് നാം 3 കാര്യം ചെയ്യണം, എഴുതിയെടുക്കാം. 1, യേശുവിനെ നോക്കണം. 1-ാമത്തെ വാക്യത്തിൽ കണ്ട് ക്രിസ്തുവിനെ നോക്കുക. 1, ക്രിസ്തുവിനെ നോക്കുക. ബി, തനിക്ക് നേരിട്ട വിരോധം സഹിച്ചവനെ ധ്യാനിച്ചുകൊള്ളുക. അവന് പ്രയാസം ഉണ്ടായില്ലയോ? അവനെ ധ്യാനിച്ചുകൊള്ളണം. അവനിലായിരിക്കും നമ്മുടെ ഫോക്കസ്. അവനാണ് വിശ്വാസത്തിൻ്റെ നായകൻ. അവനാണ് പൂർത്തി വരുത്തുന്നവൻ. മലയാളത്തിൽ പരിഭാഷപ്പെടുത്താൻ വാക്കുകളില്ലാത്തതുകൊണ്ട് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ മൂലഭാഷയിൽ ആദർ ആൻഡ് ഫിനിഷർ എന്നാണ്. വേറെ പറഞ്ഞ ആൽഫ ആൻഡ് ഒമേഗ, തുടങ്ങിയവൻ അവസാനിപ്പിക്കും. അവൻ ക്രിസ്തുവാൻ. അവനിൽ നിൻ്റെ ഫോക്കസ് ആയിരിക്കട്ടെ. നമ്മിലും തുടങ്ങിയവൻ
ആ തുടക്കം അവസാനിപ്പിക്കുന്നത് വരെ നമ്മുടെ കൂടെ നടക്കും. നമ്മുടെ പ്രവർത്തനത്തിൽ യേശു ഉണ്ടെങ്കിൽ അവൻ ആ പ്രവർത്തനം നമ്മിൽ അവസാനിപ്പിക്കും കേട്ടോ. നിൻ്റെ കഷ്ടതയിലും യേശു ഉണ്ടെങ്കിൽ നീ പുറത്തു വരുമ്പോൾ, കഷ്ടതയിൽ നിന്ന് പുറത്തു വരുമ്പോൾ, യോബ് പറയുന്നുണ്ട് 23:10 പറയുന്നുണ്ട്, എന്നെ ശോധന കഴിച്ചാൽ ഞാൻ പൊന്നുപോലെ പുറത്തു വരും. നിനക്ക് ശോധന വരുമോ? വരും. ആ സമയത്ത് നീ ഫോക്കസിനകത്തൊന്ന് മാറിപ്പോകാതെ, പാപത്തെങ്കിലേക്ക് പോകാതെ, ഓട്ടം നിർത്താതെ നീ പോയിക്കൊണ്ടിരിക്കാമെങ്കിൽ നീ പൊന്നുപോലെ പുറത്തു വരും. യോബ് വന്നില്ലേ? അങ്ങനെയാണെങ്കിൽ നീയും വരും. ക്രൂരമായ രീതിയിൽ യൗവനത്തിൽ രക്തസാക്ഷികളായവരുടെ മരണശേഷം കൂടുതൽ യുവാക്കൾ ദൈവവേലയിൽ മിഷണറിമാരായിട്ട് പോയി കഠിന വേല ചെയ്യാണ്ട് പോയി. എന്നൂടെ പറയണോ? ജീവിച്ചിരുന്നപ്പോൾ കുറച്ച് പേരെയൊക്കെ ഇറക്കി. പക്ഷേ അവർ യൗവനത്തിൽ അതികഠിനമായ രീതിയിൽ, ക്രൂരമായ രീതിയിൽ മരിച്ചവരൊക്കെ മരിച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ കഥ കേട്ട്, അവരുടെ ജീവിതത്തിൽ വായിച്ച് കൂടുതൽ പേർ സമർപ്പണത്തോടുകൂടെ കർത്താവിന് വേണ്ടി രക്തസാക്ഷിയായാലും ഞാൻ പോകുമെന്ന് പറഞ്ഞു. 2 പേരുടെ കഥ പറയുവാൻ ആഗ്രഹിക്കുകയാണ്. 5 അമേരിക്കക്കാർ തെക്കേ അമേരിക്കയിലെ ഇക്വഡോർ എന്ന് പറഞ്ഞ രാജ്യത്ത് പോയി. ഞാൻ പോയിട്ടുണ്ട് അവിടെ. അവിടെ ചെന്ന് പ്രവർത്തിക്കുമ്പോഴാണ് അറിഞ്ഞത്, ആമസോണിനകത്തെ വനത്തിനകത്ത് ഇതുവരെ എല്ലായിടത്തും എല്ലാവരും പോയിട്ടില്ല. ഇപ്പോഴും അതിനകത്തെ വലിയ 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 ഡീപ്പ് ഫോറസ്റ്റിനകത്ത് ഇന്നുവരെ ആരും പോയിട്ടില്ല. അവിടെ ഒരു കൂട്ടം ജനങ്ങളുണ്ടെന്ന് അവർ കേട്ടു, ഔക്കാസ്. അവർക്ക് പുറലോകമായിട്ട് യാതൊരു ബന്ധവുമില്ല, നഗ്നരായിട്ട് നടക്കുകയാണ്. അവർക്കൊരാഗ്രഹം, അവരോട് സുവിശേഷം പറയണം. അതിനുവേണ്ടി അവരൊരു വിമാനം വാങ്ങിച്ചു. അതിന് അവിടെ ചെന്ന് കഴിഞ്ഞ് വിമാനത്തിനകത്ത് ചുറ്റും പറന്ന് നടന്നു, കുറച്ച് കണ്ണാടിയോ ഉടുപ്പൊക്കെ ഇട്ടു കൊടുത്തു. ആളുകളൊക്കെ ഹായ് പറഞ്ഞു. അവർ ശനി പൊക്കളയാം. അവർ താമസിയാതെ, വേറെ ആർക്കും അറിയത്തില്ല. ഈ 5 പേർക്കും അവരുടെ ഭാര്യമാർക്കും അല്ലാതെ അവരുടെ മിഷൻ അറിയത്തില്ല, അവരുടെ സപ്പോർട്ടർമാർക്ക് അറിയത്തില്ല. വിമാനത്തിൽ ഇറങ്ങി ആളുകൾ വന്ന് അവരുടെ വിമാനം തകർത്തവരെ കൊന്നുകളഞ്ഞു. ജീവിതം വായിക്കണം ഔക്കാസ് മിഷണറിമാരുടെ സ്പ്ലെൻഡർ അങ്ങനെ ഒരു പുസ്തകം ഞാൻ വായിച്ചിട്ടുണ്ട്. 2 പുസ്തകം വായിച്ചിട്ടുണ്ട്. ഞാൻ ആ സ്ഥലത്ത് പോയിട്ടുണ്ട്. ഞാനവിടെ കഥകൾ വായിച്ചിട്ടുണ്ട്. അവിടെ പ്രവർത്തിക്കുന്ന മിഷണറിമാരൊക്കെ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ഞാനൊരു പുസ്തകം എഴുതിയിട്ടുണ്ട് ഇക്വഡോറിനെ പറ്റി. ഞാൻ പറയുന്നു, അവരവിടെ രക്തസാക്ഷികളായി. അവർ ജീവിച്ചിരുന്നപ്പോൾ സുവിശേഷ വേലയ്ക്ക് തയ്യാറാക്കിയവരുടേക്കാൾ 1000കണക്കിന് ആൾ കൂടുതലാണ് അവർ മരിച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ ജീവിതത്തിലും വായിച്ചിട്ട് സുവിശേഷ വേലയ്ക്ക് പോയത്. ഫോക്കസ് നിനക്കുണ്ടെങ്കിൽ നിൻ്റെ പ്രവർത്തനത്തിനകത്തുനിന്ന് ഫലം കിട്ടും. അല്ല, നീ യൗവനത്തിൽ രക്തസാക്ഷിയായാലും നിൻ്റെ ജീവിതത്തിന് ശേഷം അനേകം നീമാർ എഴുന്നേറ്റിട്ട് പോകുവാനിടയായിത്തരും. വേറൊരു മനുഷ്യനാണ് വില്യം ബോർഡൻ. 1887 മുതൽ 1913 വരെ ജീവിച്ചിരുന്നു. അദ്ദേഹത്തിന് 25 വയസ്സായപ്പോൾ മരിച്ചുപോയി. അദ്ദേഹം വലിയൊരു പണക്കാരൻ്റെ മകനാണ്. വലിയ ഉയർന്ന രീതിയിൽ വരേണ്ട മനുഷ്യനാണ്. അദ്ദേഹം സുവിശേഷ വേലയ്ക്ക് വേണ്ടി സമർപ്പിച്ചു. എല്ലാവരും പറഞ്ഞു, ഭോഷൻ എത്രയോ മിഷണറിമാരെ നിനക്ക് സപ്പോർട്ട് ചെയ്യാം. അതും എവിടെ പോകുന്നത്? സുവിശേഷ വേലയ്ക്ക്. സുവിശേഷം കേട്ടില്ലാത്തവരുടെയിലേക്ക്. ആ മനുഷ്യൻ പോയി പകുതി വഴിയിലായപ്പോഴത്തേക്ക് രോഗിയായി മരിച്ചുപോയി. 25-ാമത്തെ വയസ്സിൽ മരിച്ചു. എല്ലാവരും പറഞ്ഞു, ഭോഷൻ. ഞാൻ പട്ടാളത്തിലായിരിക്കുന്ന സമയത്ത് ഒരു ദിവസം ഒരു വീട്ടിനകത്തൊരു പ്രാർത്ഥന നടക്കുകയാണ്. പാസ്റ്റർ വന്നിട്ടുണ്ട്. 4-5 പേരേ ഉള്ളൂ ഞങ്ങൾ വിശ്വാസികൾ, മലയാളത്തിലാണ്. അന്ന് പാസ്റ്റർ ഈ ബോർഡൻ്റെ കഥ പറഞ്ഞു. അത് കേട്ടപ്പോൾ ഞാൻ രോമാഞ്ചപ്പെട്ടു. ബോർഡൻ മരിച്ചു കഴിഞ്ഞപ്പോൾ ബോർഡൻ്റെ ബൈബിളിനകത്ത് എഴുതിയിരുന്ന 3 വാക്കുകൾ കണ്ടുപിടിച്ചു, 3 സെൻറ്റൻസുകൾ കണ്ടുപിടിച്ചു. ഒന്ന്, അദ്ദേഹം സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയപ്പോൾ എഴുതി വെച്ചു, നോ റിസർവ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ ഒന്നും എനിക്ക് വേണ്ടി സ്വരുക്കൂട്ടി വെക്കത്തില്ല, ഒന്നും റിസർവ് ചെയ്ത് വെക്കത്തില്ല. എൻ്റെ ജീവിതം, എൻ്റെ പണം, എൻ്റെ ആരോഗ്യം മുഴുവൻ. 2, അദ്ദേഹം പകുതി വഴിയിലെത്തിയപ്പോൾ രോഗിയായി. അദ്ദേഹം എഴുതി വെച്ചു, നോ റിട്രീറ്റ്സ്, മടങ്ങി വരുന്ന പ്രശ്നമേ ഇല്ല. മരിക്കുന്നതിന് അല്പം മുമ്പ് എഴുതി വെച്ചു, നോ റിഗ്രറ്റ്, എനിക്ക് യാതൊരു കാര്യത്തിലും കുണ്ഠിതമില്ല. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലും വായിച്ചിട്ട് ഇന്നും ആളുകൾ രോമാഞ്ചപ്പെടും. ആളുകൾ സുവിശേഷ വിലക്കിറങ്ങി. എന്താ കാര്യം? ഫോക്കസ്. നിൻ്റെ ജീവിതത്തിനകത്തും ഫോക്കസ് ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പറഞ്ഞേക്കാം, നിങ്ങളുടെ ജോലി നിങ്ങൾ പൂർത്തിയാക്കിയില്ല. അതിനെന്താ? നിനക്ക് വേറെ 100 നീമാർ എഴുന്നേൽക്കും. ഹല്ലേലൂയ. പക്ഷെ ഒരു കാര്യമാണ്, ആളുകളിൽ ഫോക്കസ് ചെയ്യരുത്, സ്നേഹിതരിൽ ഫോക്കസ് ചെയ്യരുത്, സപ്പോർട്ടർമാരിൽ ഫോക്കസ് ചെയ്യരുത്. നിൻ്റെ സംഘടനയിലും നിൻ്റെ ചർച്ചിലും നിന്നെ സപ്പോർട്ട് ചെയ്യുന്ന ചർച്ചിലും നീ ഫോക്കസ് ചെയ്യരുത്. മനുഷ്യരിൽ ഫോക്കസ് ചെയ്താൽ മനുഷ്യർ എന്നെയും നിന്നെയും നിരാശപ്പെടുത്താം.
ഞാൻ പട്ടാളത്തിൽ നിന്ന് ജോലി രാജിവെക്കുന്ന സമയത്ത് എന്നെ സഹായിക്കാൻ ആരുമില്ല. എൻ്റെ പാസ്റ്റർ സഹായിക്കത്തില്ലെന്ന് എനിക്കറിയാം. കാരണം അദ്ദേഹം കഷ്ടിച്ചാണ് കാര്യങ്ങൾ നടക്കുന്നത്. അവിടുത്തെ ചർച്ച പണിതിട്ട് കുറച്ച് നിർത്തിവെച്ചിട്ട് രണ്ടാമത് തുടങ്ങാനുള്ള പൈസ പോലും അദ്ദേഹത്തിൻ്റെ ഇല്ലെന്ന് എനിക്കറിയാം. പക്ഷേ അത് കഴിഞ്ഞ് ഞാൻ പട്ടാളത്തിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് എൻ്റെ കൂടെ ഒരു ചാക്കോച്ചനുണ്ടായിരുന്നു, ഹവിൽദാർ ചാക്കോ. ഞാനും ഹവിൽദാറാണ്, അദ്ദേഹം ഹവിൽദാറാണ്, TC ചാക്കോ. അദ്ദേഹം വിശ്വാസിയാണ്. അദ്ദേഹം ഞാൻ പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് അദ്ദേഹം 35 രൂപ മണി ഓർഡർ എഴുതിയിട്ട് അതിൻ്റെ കൂപ്പണിനകത്ത് എഴുതി ഞാൻ എല്ലാ മാസവും 35 രൂപ അയച്ചു തരാം. പക്ഷേ എൻ്റെ വിശ്വാസം ചാക്കോച്ചനിലോ അദ്ദേഹം തരുന്ന 35 രൂപ ആയിരുന്നു. 35 രൂപ വലിയ തുകയാണ്. എൻ്റെ വീട്ടു വാടക, ഞാൻ ഒരു മുറിയിലാണ് താമസിക്കുന്നത്. ആ ഒരു മുറിയുടെ വാടക 40 രൂപയാണ്. കുറച്ച് നാൾ കഴിഞ്ഞ്, 1 വർഷം കഴിഞ്ഞപ്പോൾ ചാക്കോച്ചൻ എഴുതി, ഇനി ഞാൻ വേറൊരാളിനെ സപ്പോർട്ട് ചെയ്യാൻ പോവാം, 1 വർഷത്തേക്ക് ഞാൻ ചെയ്യത്തുള്ളായിരുന്നു. മനുഷ്യനിൽ ഞാൻ ആശ്രയിച്ച് ഞാൻ നിരാശപ്പെട്ടില്ല. മരണം വരെ ഞങ്ങൾ തമ്മിൽ സ്നേഹിതരായിരുന്നു. ഞാൻ അദ്ദേഹത്തെ പലപ്പോഴും പോയി കണ്ടിട്ടുണ്ട്. പണം ഞങ്ങളെ അകറ്റി നിർത്തിയില്ല. പണമല്ല കാര്യം. അതുകൊണ്ട് നിൻ്റെ വിശ്വാസം മനുഷ്യരിലായി പോകരുത്. അത് കഴിഞ്ഞപ്പോഴാണ് ഡോക്ടർ കെ പി യോഹന്നാൻ വന്നു. വന്നു വെച്ച് പറഞ്ഞ് ഞാൻ സപ്പോർട്ട് ചെയ്യാം. 15,000 രൂപ മാസം തരുമായിരുന്നു. പെട്ടെന്ന് അദ്ദേഹം നിർത്തി. 15,000 രൂപ എൻ്റെ സംഘടനയ്ക്കാകട്ടോ, എനിക്കല്ല. മറ്റേ ചാക്കോച്ചൻ തന്നെ എനിക്കാണ്. കാരണം അന്ന് സംഘടനയൊന്നുമില്ല. പിന്നെ സംഘടനയായി 15,000 രൂപ എൻ്റെ സൂക്ഷിച്ചവൽക്കാർക്ക് എല്ലാവർക്കും കൊടുക്കാനായിട്ട്. കുറച്ച് നാൾ കഴിയുമ്പോൾ കെ പി യോഹന്നാനും അങ്ങ് നിർത്തി. എൻ്റെ ബന്ധം നിന്നില്ല കേട്ടോ. അദ്ദേഹം മരിക്കുന്നത് വരെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹത്തിൽ കത്തെഴുതുമായിരുന്നു. ഞാൻ അമേരിക്ക ചെല്ലുമ്പോൾ എൻ്റെ ബന്ധമൊന്നും ഇല്ലാതിരിക്കുന്ന സമയത്തും എന്നെ ഓഫീസിൽ വിളിച്ചുകൊണ്ട് എന്നെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുമായിരുന്നു. ഞാൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം, കെ പിയിലായിരുന്നു എൻ്റെ വിശ്വാസമെങ്കിൽ, 15,000 രൂപ ആയിരുന്നു എൻ്റെ വിശ്വാസമെങ്കിൽ പോയനേമായിരുന്നു. ഇല്ല, ഞാൻ നിരാശനായില്ല. ജോൺ ഓസ്റ്റിൻ എന്നെ കണ്ടു. മാസം $500 തരുമായിരുന്നു. അന്നത്തെ കാലത്ത് $500 തരുമായിരുന്നു. ഒരു ദിവസം പറഞ്ഞു, ഇനി തൊട്ട് തരത്തില്ല. ഞാൻ നിരാശപ്പെട്ടോ? ഇല്ല, അശേഷം നിരാശപ്പെട്ടില്ല. അദ്ദേഹം പിന്നെയും സപ്പോർട്ട് ചെയ്തു കേട്ടോ. കുറച്ച് നാൾ കഴിഞ്ഞ് പിന്നെയും സപ്പോർട്ട് ചെയ്തു. അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് എനിക്ക് $5 ലക്ഷം ഒന്നിച്ചു തന്നു. ഒറ്റ ചെക്കായിട്ട് തന്നു. എന്ന് പറഞ്ഞാൽ 3 കോടി രൂപ. പണത്തിലല്ല ഞാൻ ആശ്രയിച്ചത്, മനുഷ്യരിലല്ല ഞാൻ ആശ്രയിച്ചത്. ഹല്ലേലൂയ. പിന്നെയോ നിൻ്റെ ലക്ഷ്യം മുഴുവൻ ദൈവമായിരിക്കട്ടെ. ഞാൻ ഇന്നലെ ഒരാളിൻ്റെയൊക്കെ പറഞ്ഞു, ചില കല്യാണ മണ്ഡപത്തിലൊക്കെ നമ്മൾ ആഹാരം കഴിച്ചു വെച്ച് കൈ കഴുകാൻ ചെല്ലുമ്പോൾ കണ്ടിട്ടില്ലയോ, 10, 20, 30 പൈപ്പുകൾ വേണം, അല്ലേ? ടാപ്പുകൾ കാണും. ഇതുപോലെ ദൈവത്തിന് പല ടാപ്പുകളുമുണ്ട്. ഒരു ടാപ്പ് അടഞ്ഞു പോയാൽ വേറൊരു ടാപ്പ് തുറന്നു തരും. നിൻ്റെ ലക്ഷ്യം, നിൻ്റെ ആഗ്രഹവും നിൻ്റെ നോട്ടവും നിൻ്റെ ഫോക്കസും ഒരു ടാപ്പിലായി പോകരുത്, ദൈവത്തിൽ ആയിരിക്കട്ടെ. നിങ്ങൾ എത്ര നന്നായിട്ട് സുവിശേഷവേല ചെയ്താലും മനുഷ്യർ, സഭ, സംഘടന, ഭാര്യ, ഭർത്താവ് നിരാശപ്പെടുത്താം. എത്ര നല്ല വേല ചെയ്തു കഴിഞ്ഞാലും അവർ നിരാശപ്പെടുത്താം. അതിനാൽ നിങ്ങളുടെ ലക്ഷ്യം, നിങ്ങളുടെ ഫോക്കസ് മനുഷ്യരിലായി പോകരുത്, യേശു ക്രിസ്തുവിൽ നിങ്ങളുടെ ലക്ഷ്യമായിരിക്കട്ടെ. മനുഷ്യരിലാകരുത്, സഭയിലാകരുത്, സംഘടനയിലാകരുത്, ഭാര്യയിലാകരുത്, ഭർത്താവ്, അവരെയൊക്കെ കളയണമെന്നല്ല ഞാൻ പറഞ്ഞത് കേട്ടോ. നിങ്ങളുടെ ഫോക്കസ് ദൈവത്തിലായിരിക്കട്ടെ. അവനിൽ നിന്നും കണ്ണെടുക്കരുത്. ഹല്ലേലൂയ. ചിലപ്പോൾ നിങ്ങളിൽ ചിലർ വല്ലാത്ത പരീക്ഷയിലൂടെ പോവുകയായിരിക്കാം. അടി, പട്ടിണി, ജയിൽ, അതിലും കൂടുതൽ. കഴിഞ്ഞ 1.5 മാസത്തിന് മുമ്പ് ഞാൻ ഡൽഹിയിൽ വെച്ച് 100 സുവിശേഷ വേലക്കാരുടെയൊക്കെ സംസാരിച്ചു. ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, ഇവിടെ ജയിലിൽ കിടന്ന 100 പേരുടെയൊക്കെ സംസാരിച്ചു. ചിലരുടെയൊക്കെ കഥകൾ കേട്ട് കഴിഞ്ഞാൽ സങ്കടം വരും. ഒരാളുടെ തല ഇവിടം തൊട്ട് ഇവിടെ വരെ പൊട്ടിച്ചുളഞ്ഞു, വേറൊരു സ്ത്രീയെ റേപ്പ് ചെയ്തു. ചിലപ്പോൾ നിങ്ങളിലും ചിലർ അപ്പൻ സ്വത്ത് തന്നില്ലായിരിക്കാം, നിങ്ങളുടെ ജോലി പോയതായിരിക്കാം, നിങ്ങളുടെ കോളേജ് വിദ്യാഭ്യാസം പോയതായിരിക്കാം, ക്രിസ്തുവിന് വേണ്ടി കഷ്ടം സഹിച്ചുള്ള വീട് തീ വെച്ച് കളഞ്ഞായിരിക്കാം, നിങ്ങളുടെ മക്കളെ കോളേജിൽ നിന്ന് പറഞ്ഞു വിട്ടതായിരിക്കാം. എന്തെങ്കിലുമൊക്കെ സംഭവിച്ചെന്ന് വരാം. നിങ്ങൾ ചോദിച്ചേക്കാം, എൻ്റെ സ്വപ്നം എന്ന് സാക്ഷാത്കരിക്കപ്പെടും വർഗീസേ? ഞാൻ പറഞ്ഞുതരാം. നിങ്ങളിൽ തുടങ്ങിയവൻ, ഞാൻ പറഞ്ഞല്ല, വേദോസ്തം പറയും, നിങ്ങളിൽ തുടങ്ങിയവൻ അവൻ അവസാനിപ്പിക്കും. അവൻ നമ്മുടെ വിശ്വാസത്തിൻ്റെ നായകനും ആരംഭമായിരിക്കട്ടെ, പൂർത്തിയാക്കുന്നവനുമായിരിക്കട്ടെ, ഫിനിഷറായിരിക്കട്ടെ. ഏൽപ്പിച്ചു കൊടുത്ത് അവൻ്റെ കൂടെ നടന്നാൽ മതി. നിൻ്റെ ഫോക്കസ് യേശുവിൽ ആയിരിക്കട്ടെ. 1, നിങ്ങളുടെ ഫോക്കസ് യേശു. 2, നിങ്ങളുടെ ഫോക്കസ് നമ്മുടെ യാത്രയിൽ ഫോക്കസ് ചെയ്യണം. ഓട്ടം സ്ഥിരതയോടെ ഓടണം. എൻഡ്യൂറൻസ്. അതിനകത്ത് കഷ്ടം വന്നാലും, നഷ്ടം വന്നാലും, വേദന വന്നാലും, കാല് നൊന്താലും ഓട്ടം നിർത്തരുത്. ഹല്ലേലൂയ. ചിലപ്പോൾ നമുക്കൊന്ന് സ്ലോ ഡൗൺ ചെയ്യേണ്ടി വന്നേക്കാം, അല്ലേ? ചിലപ്പോൾ ആവശ്യം വരുന്ന സമയത്ത് രോഗം വന്നു, അന്നേരം സ്ലോ ഡൗൺ ചെയ്യേണ്ടി വന്നേക്കാം. അസഹനീയമായ എതിർപ്പായി
ആ സമയത്തും ചിലപ്പോൾ ഒന്ന് സ്ലോ ഡൗൺ ചെയ്യുകയോ ഷട്ട് ഡൗൺ ചെയ്യുകയോ ചെയ്യേണ്ടി വന്നേക്കാം. ഹല്ലേലൂയ. പക്ഷേ ചിലപ്പോൾ ഒരു ഷോർട്ട് ബ്രേക്ക് എടുത്തു കഴിഞ്ഞാലും ശരി, വീണ്ടും ഓട്ടം തുടങ്ങുക, എൻഡുറൻസോടുകൂടി ഓടുക, റിഫ്യൂസ് ടു ക്വിറ്റ്. ഞാൻ പണ്ട് തൊട്ട് പറയുന്ന എൻ്റെ ഒരു ഉദ്ധരണിയുണ്ട്, ഫെയ്ത്ത് പീപ്പിൾ ഡോണ്ട് ക്വിറ്റ്, ക്വിറ്റേഴ്സ് ഡോണ്ട് അച്ചീവ് എനിത്തിങ് ഓർ ഡോണ്ട് അച്ചീവ് മച്ച്. വിശ്വാസവീരന്മാർ ഓട്ടം നിർത്തുന്നില്ല, ഓട്ടം നിർത്തുന്നവർ വലുതായിട്ടൊന്നും നേടിയെടുക്കുന്നില്ല. അതുകൊണ്ട് ഓട്ടം നിർത്തരുത്. ഞാനിവിടെ ഡൽഹിയിൽ ഒരു ബിഷപ്പ് സെമിനാർ നടത്തി 1994. പാസ്റ്റർ ജോൺ ഓസ്റ്റിൻ, എൻ്റെ മെൻറ്ററായിരുന്നു ജോൺ ഓസ്റ്റിൻ, എനിക്കെഴുതി വർഗീസ് ബിഷപ്പുമാരെ ഒന്ന് വിളിച്ചാട്ടെ. നേരത്തെ ഒരു പാസ്റ്റർ സെമിനാർ വിളിച്ചു 93-ൽ 94 പറഞ്ഞ് ബിഷപ്പുമാരെ മാത്രം വിളിച്ചാട്ടെ. ഞാൻ എല്ലാവർക്കും ഒരു എഴുത്തെഴുതി. IPCയിലെ, അസംബ്ലീസ് ഓഫ് ഗോഡ്, ചർച്ച് ഓഫ് ഗോഡിലെ, ന്യൂ ഇന്ത്യയിൽ, സാൽവേഷൻ ആർമിയിൽ, അങ്ങനെ ഓരോരുത്തർക്കും ഞാൻ എഴുതി. CNI, CSI, മെത്തഡീസ്റ്റ് എല്ലാവരെയും വിളിച്ചു. ഇവാഞ്ചലിക്കൽ ചർച്ച്, അവരെല്ലാം വന്നു. ഏകദേശം 170 പേര് വന്നു. അവരെല്ലാം രജിസ്റ്റർ ചെയ്തു. ഞാൻ എല്ലാവർക്കും എയർ ടിക്കറ്റ് അയച്ചു കൊടുത്തു. അപ്പോഴാണ് 2 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് പാസ്റ്റർ TG കോശി, റവറൻ TV കോശി, എവിടെയാണ്, മണക്കാല ബൈബിൾ കോളേജിൻ്റെ സ്ഥാപകൻ, അദ്ദേഹത്തിൻ്റെ ഒരു മെസ്സേജ് വന്നു. വർഗീസ് ബ്രദറെ, ഞാൻ നിരാശയിലാണ്, അതുകൊണ്ട് ബ്രദറിൻ്റെ കത്ത് വന്നിട്ട് ഞാൻ ഗവനിച്ചില്ല, ഞാൻ മാറ്റി വെച്ചു, ഞാൻ വരുന്നില്ലെന്ന്. ഞാൻ നിരാശനാണ്. അവരുടെ കോളേജിൽ ഒരു സമരം നടന്നു. സമരം നടന്നു കഴിഞ്ഞുടനെ ചില പെന്തിക്കോസ്റ്റിലെ പാസ്റ്റർ, ഒരു സഭയുടെ കുറ്റം പറയല്ല, ചരിത്രം പറയുകയാണ്, പെന്തിക്കോസ്റ്റിലെ പാസ്റ്റർമാരുടെ മക്കൾ അദ്ദേഹം സ്പോൺസർ ചെയ്ത് ഫ്രീ ആയിട്ട് പഠിപ്പിക്കുന്ന പിള്ളേർ, അവരെല്ലാവരും കൂടെ റോഡിലോട്ട് ഇറങ്ങിയിട്ട് ബസ് വന്ന് അവരുടെ കോളേജിൻ്റെ വാതിൽക്കൽ നിൽക്കുമ്പോൾ ഒരു ഡബ്ബയ്ക്കകത്ത് പൈസ ആയിട്ട് കുടിക്കൊണ്ട് പറയും, ഞങ്ങൾ ഈ ബൈബിൾ കോളേജ് പഠിക്കുന്ന പിള്ളേരാ, ഞങ്ങൾക്ക് ആഹാരമില്ല, അതുകൊണ്ട് ഞങ്ങളുടെ ആഹാരത്തിന് സഹായിക്കണേ എന്നും പറഞ്ഞുകൊണ്ട് ഭിക്ഷ തണ്ടി അദ്ദേഹം അപമാനിതനായി. പറഞ്ഞ് ഞാൻ നിരാശനായിരുന്നു. പക്ഷേ ഇപ്പോൾ എൻ്റെ മനസ്സിനകത്തൊരാഗ്രഹം, വന്നിട്ട് ജോണോസിൻ്റെ പ്രസംഗം കേട്ടാൽ കൊള്ളാം, ഞാൻ വരട്ടെ. ഞാൻ പറഞ്ഞു, അയ്യോ പാസ്റ്റർ മഹാനല്ലേ, വലിയ ആളല്ലേ. ഞാൻ പറഞ്ഞു, പാസ്റ്റർ രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമേ ഇല്ലെങ്കിൽ വന്നാട്ടെ, എപ്പോൾ വന്നാലും ഞാൻ കസേരയുടെ മുമ്പിൽ തരാം. അദ്ദേഹം വന്നു, നിരാശനായിരുന്നു. അദ്ദേഹത്തെ അറിയാവുന്നവർ കുറച്ചുകൂടെ അറിയാം. അങ്ങനെ അധികം ചിരിക്കുകയോ ഒന്നും ചെയ്ത മനുഷ്യനല്ല, ഏറ്റവും പുറകിലിരിക്കുകയാണ് നിരാശനായിട്ട്. ജോൺ ഓസ്റ്റിൻ പ്രസംഗിക്കുകയാണ്. ഞാനും പരിഭാഷപ്പെടുത്തുന്നുണ്ട്, വേറെ ചിലരും പരിഭാഷപ്പെടുത്തുന്നുണ്ട്. ഞാൻ പരിഭാഷപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ ജോൺ ഓസ്റ്റിൻ ഇങ്ങനെ പറഞ്ഞു, യേശുക്രിസ്തു തൻ്റെ കുരിശും എടുത്ത് നടന്നു. പ്രയാസമായിരുന്നു, കഷ്ടമായിരുന്നു, അടിയായിരുന്നു, വീണ് പോയി. യേശുക്രിസ്തുവിൻ്റെ കുരിശ് യേശുക്രിസ്തുവിന് മാത്രമേ എടുക്കാൻ സാധിക്കത്തുള്ളായിരുന്നു. അപ്പനേൽപ്പിച്ച ജോലിയാണ്, അവനത് ചെയ്തു തീർത്തു. അതുപോലെ സഹോദര, അവിടെ ഇരിക്കുന്ന ബിഷപ്പ്മാരെ പറഞ്ഞു, സഹോദരന്മാരെ, നിങ്ങൾക്കും ഒരു കുരിശുണ്ട്. അത് സഭയുടെ കുരിശായിരിക്കാം, ആരോഗ്യത്തിൻ്റെ കുരിശായിരിക്കാം, വീടിൻ്റെ കുരിശായിരിക്കാം, അത് നിങ്ങൾ വഹിക്കണം. യേശുവിൻ്റെ കുരിശ് വേറെ ആർക്കും എടുക്കാനൊക്കത്തില്ല. പിതാവ് വായിച്ചത് ആ കുരിശെടുക്കാനാണ്. അതുപോലെ നിങ്ങൾക്ക് ഏൽപ്പിച്ചിരിക്കുന്ന കുരിശെടുക്കണം. ഫാസ്റ്റർ TG കോശിക്ക് മെസ്സേജ് കിട്ടി. അദ്ദേഹം മടങ്ങിപ്പോയി. ബൈബിൾ സ്കൂൾ വീണ്ടും തുടങ്ങി. കേരളത്തിൽ ആദ്യമായിട്ട് മാസ്റ്റേഴ്സ് ഡിഗ്രിയുടെ ബൈബിൾ കോളേജ് തുടങ്ങിയ അദ്ദേഹമായിരുന്നു. പെന്തിക്കോസ്തുകാരെതിരായിരുന്നു. അത്രയൊന്നും പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല, പിന്നെ എന്തിനാ മക്കളെ അമേരിക്ക വിട്ട് പഠിക്കാനായിട്ട് ഇവിടെ വേണ്ടായെങ്കിൽ, എനിക്കറിയാമേ എന്നിട്ടങ്ങ് ചോദിച്ചു പോയതാണ്. അദ്ദേഹം എനിക്ക് വേണ്ടി ഒരു കൺവെൻഷൻ നടത്തുമ്പോൾ ഇക്കാര്യം പറഞ്ഞു. ഞാൻ നിരാശനായിട്ട് അവിടെ ചെന്നു. എനിക്ക് വേണമെന്ന് സന്തോഷത്തോടെ കിട്ടി. എനിക്ക് എൻ്റെ ഫോക്കസ് കിട്ടി. എന്താണ്? എൻ്റെ വേല ഞാൻ ചെയ്തു തീർത്തേക്കത്തുള്ളൂ. ആ കുരിശത്ര കഠിനമായിരുന്നാലും ചെയ്തു തീർത്തേ ഒക്കത്തുള്ളൂ. ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ നിങ്ങളുടെക്കലും പറയുകയാണ്, ഞാനും നീയും നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ദിശയിലേക്ക് പോകുവാൻ, നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് പോകുവാൻ, നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന കുരിശുപെടുത്തുകൊണ്ട് പോകുവാൻ എത്ര വലിയ പ്രയാസമുള്ളതാണെങ്കിലും നമ്മുടെ ഫോക്കസ് വിടാതെ പോകണം. എൻ്റെ ഓട്ടമല്ല നിൻ്റെ ഓട്ടം, നിൻ്റെ ഓട്ടമല്ല മറ്റൊരുവൻ്റെ ഓട്ടം, ദാവീദിൻ്റെ ഓട്ടമല്ല യെരമ്യാവിൻ്റെ ഓട്ടം. ദാവീദ് സിംഹാസനത്തെ പള്ളിമെത്തയിൽ ഉറങ്ങുമ്പോൾ യെരമ്യാവ് എവിടെയാണ്? കൽത്തുറുങ്കിലാണ്, കുഴിയിലാണ്. ഹല്ലേലൂയ. യെരമ്യാവിൻ്റെ ശുശ്രൂഷയല്ല ദാവീദിൻ്റെ ശുശ്രൂഷയല്ല യെരമ്യാവിൻ്റെ. ഒരാൾ കൊട്ടാരത്തിൽ, മറ്റേ ആൾ കുഴിയിൽ. ഹല്ലേലൂയ. അവന് കണ്ണുനീരിൻ്റെ പ്രോഫറ്റ് എന്ന പ്രവാചകൻ എന്നാണ് അവനെ വിളിക്കുന്നത്. ഹല്ലേലൂയ. അപ്പോൾ നിൻ്റെ ഓട്ടം നീ ഓടണം, എൻ്റെ ഓട്ടം ഞാൻ ഓടണം. നിൻ്റെ ഓട്ടത്തിൻ്റെ ഉത്തരവാദി നീ മാത്രമാണ്. അതിൽ ഫോക്കസ് വെച്ചുകൊണ്ട് ഓടുക. പലരും ഓട്ടം നഷ്ടപ്പെടുത്തുന്നു. കാരണം എന്താ? അവർ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ അടുത്തേക്കൊന്നും ഓടുക, മുമ്പേ ഓടുന്നവരെ ഓടുക പാടില്ല കേട്ടോ. മറ്റുള്ളവരുടെ ജീവിതം നോക്കരുത്, മറ്റുള്ളവരുടെ നേട്ടം ഓടരുത്, മറ്റുള്ളവരുടെ ഈസി ലൈഫ് നോക്കരുത്, മറ്റുള്ളവരുടെ കാറിൻ്റെ നീളം നോക്കരുത്. അഥവാ നോക്കിയാൽ നമ്മുടെ സ്വയവിശ്വാസം നാം നഷ്ടപ്പെടുത്തും. ഞാൻ കട്ടറായിലായിരിക്കുന്ന സമയത്ത് പട്ടിണി, പ്രയാസം ചിന്തിച്ചിട്ടില്ല അതിനെപ്പറ്റി. ദൈവം സാക്ഷി, ഞാനൊരു ഹീറോ ഒന്നുമല്ല, പക്ഷേ ഞാൻ ഒരിക്കലും അതിനെപ്പറ്റി ചിന്തിച്ചിട്ടില്ല. എൻ്റെ ഭാര്യ ചിന്തിച്ചിട്ടില്ല.
എൻ്റെ ഭാര്യ കീറിയ ബ്ലൗസ് ഇട്ടുകൊണ്ട് നടക്കുകയായിരുന്നു കാലത്ത്. എൻ്റെ മകൻ ബോധം കെട്ട് വീഴുന്നത്, പട്ടിണി കാരണം ബോധം കെട്ട് വീഴുന്നത് ഞാൻ 3 പ്രാവശ്യം കണ്ടു. തലേണ ഇല്ലാത്തപ്പോഴും കയ്യിൽ തല വെച്ച് കിടന്നുറങ്ങുകയാണ്. പ്ലേറ്റ് ഇല്ലാത്തപ്പം ഫ്രൈങ് പാനിനകത്തുനിന്ന് ആഹാരം കഴിക്കുകയാണ്. കക്കൂസില്ല. മലയാളികൾക്ക് കക്കൂസില്ലാതെ ജീവിക്കാൻ പ്രയാസമാണ് അല്ലേ? ആ റോഡ് സൈഡിൽ പോകണം, അവിടുത്തെ പുരാടത്തിൽ പോകണം, അപ്പുറത്തെ വീട്ടുകാരുടെ അവരവിടെ നിന്ന് പോവും, അവരുടെ പിള്ളേരെല്ലാം കൂടെ പോവും. ആ സമയത്ത് ഞാൻ അറിഞ്ഞു വേറൊരു വലിയ ക്രിസ്ത്യൻ ലീഡറാണ് 3 നില കെട്ടിടത്തിൽ താമസിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ മുറ്റത്ത് കാറുണ്ട്, മാത്രമല്ല ഒരു വാനും ഉണ്ട്. ഞാനറിഞ്ഞു അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ എല്ലാം കൂടെ പുരയിടത്തിന് ചുറ്റും 10 ലക്ഷം രൂപ കൊടുത്തിട്ട് വെള്ളം കയറാതെ ഒരു മതിൽ വീണത്. ഞാൻ വിചാരിച്ച് പറഞ്ഞു, കർത്താവേ, എനിക്കൊരു ഫാൻ പോലും ഇല്ല, ഒരു പഴയ സൈക്കിൾ പോലും ഇല്ല. ടെമ്പറേച്ചർ എത്ര ആവുമെന്നറിയാം? 46 ഡിഗ്രി ആവും. കൊതുകിൻ്റെ ബഹളമാണ്. ആ സ്ഥലത്ത് ഞാൻ താമസിക്കുന്നത്. എൻ്റെ കൂടെ ഒരാൾ 10 ലക്ഷം രൂപ 3 നിലയുടെ കെട്ടിടം, മുമ്പിൽ ഒരു കാറും വാനും, 10 ലക്ഷം രൂപയുടെ മതിൽ പണിയുന്നു. ഇതെന്തുവാ കർത്താവേ? കർത്താവിൻ്റെ ഒരു ചോദ്യം ചോദിച്ചു. ഒരു കാര്യം ചെയ്യാം, നിൻ്റെ ശുശ്രൂഷ ഞാൻ അദ്ദേഹത്തിന് കൊടുക്കാൻ, അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷ എനിക്കറിയാം. ഞാൻ ചിന്തിച്ചു, എനിക്കവിടെ ഉണർവ് നടക്കുക. എൻ്റെ സഭയിൽ ഉണർവ് നടക്കുകയാണ്. എൻ്റെ സഭയിൽ ഉണർവ് നടക്കുന്നു. എം ഐ ഈപ്പൻ്റെയൊക്കെ ചോദിക്കാം, മാത്യു ജോർജിൻ്റെയൊക്കെ ചോദിക്കാം, കട്ടറായാലും വന്നിട്ടുള്ളവരൊക്കെ എല്ലാവരുടെയും ചോദിക്കാം. അവിടെ ഉണർവ് നടക്കുകയാണ്. എങ്ങനെയാണ് ഒരു തീക്കുണ്ടത്തിനകത്തുനിന്ന് ഒരു തീക്കമ്പ് വലിച്ചെടുത്ത് വെച്ചൊരു വിറവ് ഒളിയെടുത്തിട്ട് 4 വശത്തേക്ക് എറിയുന്നു, അതുപോലെ ഉണർവ് നടക്കുകയാണ്. പോകുന്നിടത്തെല്ലാം ഉണർവ് നടക്കുന്നതാണ്. അത് വേണോ? 365 ദിവസവും മീറ്റിംഗ്. ഇത് വേണോ അത് വേണോ? ഞാൻ പറഞ്ഞില്ല, കർത്താവേ, എൻ്റെ പട്ടിണിയാണ്. എൻ്റെ ഫോക്കസ് എന്തായിരുന്നു? ദൈവം എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന കട്ടറായിലെ വേല ചെയ്ത് തീർക്കണം. വേറെ ഒന്നും എനിക്കില്ല. നിൻ്റെ ഓട്ടം നീ ഓടണം, നിൻ്റെ ജീവിതം നീ ജീവിച്ച് തീർക്കണം, നിൻ്റെ ശുശ്രൂഷ നീ ചെയ്തു തീർക്കണം, നിൻ്റെ സഭ നീ നോക്കണം, നിൻ്റെ സംഘടന നീ നോക്കണം, നിൻ്റെ പ്രസംഗം നീ ശ്രദ്ധിക്കണം. ഇതാണ് നിൻ്റെ ഓട്ടക്കളരി. ഇത് തുടരുക, അതായിരിക്കട്ടെ നിൻ്റെ ഫോക്കസ്. നിൻ്റെ ഓട്ടം നീ ഓടണം. നിൻ്റെ മകൻ അവൻ്റെ ഓട്ടം ഓടട്ടെ, നിൻ്റെ മകൾ അവളുടെ ഓട്ടം ഓടട്ടെ, നിൻ്റെ മരുമകൾ മകനോടൊപ്പം അവരുടെ ഓട്ടം തീരട്ടെ. നിൻ്റെ ഭാവി നിശ്ചയിക്കുന്നത്, നിൻ്റെ ശുശ്രൂഷ നിൽക്കുന്നത്, നിൻ്റെ ഓട്ടം നിശ്ചയിക്കുന്നത്, നിൻ്റെ ഓട്ടക്കളരി നിശ്ചയിക്കുന്നത് നിൻ്റെ പാസ്റ്ററല്ല, നീയാണ് നിശ്ചയിക്കേണ്ടത്. ദൈവത്തോട് ആലോചിച്ചിട്ട് ദൈവം നീയും കൂടെ ആലോചിക്കേണ്ടത്. നിൻ്റെ ഓട്ടക്കളം നിശ്ചയിക്കുന്ന നിൻ്റെ പാസ്റ്ററല്ല, പ്രവാചകനുമല്ല, നീയും കർത്താവും കൂടാണ്. ഞാൻ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങുന്ന സമയത്ത് അന്ന് അറിയപ്പെടുന്നതിലെ ഏറ്റവും വലിയ പ്രവാചകൻ, ഏറ്റവും വലിയൊരു ദൈവദാസൻ, ഞാൻ അദ്ദേഹത്തെ കാണാൻ പോകേണ്ടി വന്നു. അത് സുവിശേഷ വേലയ്ക്ക് ഇറങ്ങി ഒരു 3 മാസം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് അദ്ദേഹത്തെ കാണാൻ പോകേണ്ടി വന്നു. ഞാൻ ലില്ലിയും കൂടെ പോയത്. ഞാനവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അദ്ദേഹം എൻ്റെ അഭ്യർത്ഥനയൊക്കെ കേട്ടു. ഞാനൊരു കാര്യത്തിന് സംസാരിക്കാൻ പോയതാണ്. അന്ന് അവിടെ താമസിക്കുകയാണ്. താമസിച്ച് കഴിഞ്ഞുടനെ രാത്രി പ്രാർത്ഥിക്കാനിരുന്ന് കഴിഞ്ഞുടനെ, നിങ്ങൾ വിചാരിക്കുന്ന ആളൊന്നുമല്ല കേട്ടോ, നിങ്ങൾ വിചാരിക്കാത്ത ആളൊന്നുമല്ല. ചിലരൊക്കെ ചോദിച്ചിട്ടുണ്ട്, വാര്യാപുരം യോനാച്ചനാണോ? അന്ന് അറിയപ്പെടുന്ന ദൈവദാസൻ അദ്ദേഹമായിരുന്നു, പ്രവാചകൻ. അല്ല, അദ്ദേഹമല്ല. പിന്നെ ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്. അദ്ദേഹമല്ല. എൻ്റെ തലയെ കൈവച്ചിട്ട് പറഞ്ഞു, നിന്നെ ഞാൻ കട്ടറായിലേക്ക് അയച്ചു, നീ അവിടെ ചെന്നിട്ട് കാല് ചൊറിയുവാണ്. ഞാൻ നിന്നെ ചവിട്ടി വെളിയിൽ കളഞ്ഞും വെച്ച് ഞാൻ വേറൊരാളിനെ അയക്കും. നീ പ്രാർത്ഥനാ സർക്കുലർ അയക്കുന്നത് നിർത്തിയാട്ടെ. അപ്പോസ്തലന്മാരാരും പ്രാർത്ഥനാ സർക്കുലർ അയച്ചില്ല. എൻ്റെ ഭാര്യയുടെ ലില്ലിയുടെ തലയെ കൈവച്ചുകൊണ്ട് പറഞ്ഞു, നീ നിൻ്റെ ഭർത്താവിൻ്റെ ജീവിതത്തിനകത്ത് എന്നും കഴുത്തിനകത്ത് ഒരു മുള്ളായിരിക്കും. ഇത് രണ്ടും ശരിയല്ലായിരുന്നു. ഞാൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്നറിയാം? ഞാൻ ആരെയും കുറ്റം പറയുകയല്ല. എല്ലാവരാരുമില്ല, ഈ പറഞ്ഞവരാരുമില്ല, അവരാരും കേൾക്കത്തില്ല. ഞാൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? നിൻ്റെ ശുശ്രൂഷ, നിൻ്റെ ഓട്ടക്കളരി നിശ്ചയിക്കുന്നത് നിൻ്റെ അപ്പനല്ല, നിൻ്റെ അമ്മയല്ല, നിൻ്റെ സഹോദരന്മാരല്ല, നിൻ്റെ പാസ്റ്ററല്ല, നിൻ്റെ പ്രവാചകനുമല്ല. ഞാൻ ആദ്യമായിട്ടൊരു പുസ്തകം എഴുതി പ്രസിദ്ധീകരിക്കാനായിട്ട് ഒരു പബ്ലിഷർക്ക് അയച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞത് പ്രസിദ്ധീകരിക്കണം. കേരളത്തിലാണ്. ഒരു 1.5 വർഷം കഴിഞ്ഞപ്പോൾ തിരിച്ചയച്ചിട്ട് പറഞ്ഞു, ഈ പുസ്തകം കൊള്ളത്തില്ല, ഇതിനകത്തെ വാചകങ്ങളൊക്കെ മുറിവാചകങ്ങളാണ്, അതുകൊണ്ട് ഞങ്ങൾ പ്രസിദ്ധീകരിക്കുന്നില്ല. അവർ തിരിച്ചയച്ചത് നന്നായി. അതുകൊണ്ട് ഞാൻ പ്രസിദ്ധീകരിക്കാൻ തുടങ്ങി. ഞാൻ ആ പുസ്തകം പ്രസിദ്ധീകരിച്ചു. അത്ഭുതങ്ങളുടെ താക്കോൽ. 90 ലക്ഷം കോപ്പിയാണ് അത് വിറ്റഴിഞ്ഞിരിക്കുന്നത്. നിൻ്റെ ഭാവി നിശ്ചയിക്കുന്നത് പുസ്തകം പബ്ലിഷ് ചെയ്യുന്നവരല്ല, പ്രവാചകനല്ല, വേറൊരു ദൈവദാസനുമല്ല. നീയും ദൈവവും കൂടെ ചേർന്ന് നടക്കാമെങ്കിൽ ഹല്ലേലൂയ, അത്ഭുതം നടക്കുക തന്നെ ചെയ്യും. ഇപ്പോൾ 90 പുസ്തകങ്ങളായി കേട്ടോ. അടുത്തൊരു പുസ്തകം എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അത് ഈ മാസത്തിനകത്ത് തീരും. അടുത്ത വർഷം പബ്ലിഷ് ചെയ്യും.
ഈ വർഷത്തിൽ വേറെ കുറേ പുസ്തകങ്ങളുണ്ട്. ഹല്ലേലൂയ. നിൻ്റെ ഓട്ടക്കളരിയിൽ നീ ഫോക്കസ് ചെയ്തുകൊണ്ട്, നീ ലക്ഷ്യം വെച്ചുകൊണ്ട്, നീ ഉന്നം വെച്ചുകൊണ്ട് ഓടുക. ശുശ്രൂഷയിൽ നീ ലാസ്റ്റായിരിക്കാം, പക്ഷേ സ്റ്റെഡ് ഫാസ്റ്റ് സ്ഥിരതയോടെ ഓടുക, കഠിനാധ്വാനിയായിട്ട് ഓടുക. നിൻ്റെ ശുശ്രൂഷ, നിൻ്റെ ഓട്ടം ദൈവം പ്രസാദിക്കട്ടെ. ഫസ്റ്റ് ഓർ ലാസ്റ്റ്, ലെറ്റ് ഇറ്റ് ബി ദ ബെസ്റ്റ്. ഏതായിരുന്നാലും മടുത്തു പോകാതെ ഓടണം. നിൻ്റെ ഓട്ടത്തിനകത്ത് ലക്ഷ്യം വെക്കണം. നമ്മുടെ മുമ്പിലുള്ള ഓട്ടം സ്ഥിരതയോടെ കഠിനാധ്വാനിയായിട്ട് ചെയ്തു തീർക്കുക. പ്രതിഫലം അവനല്ലേ തരേണ്ടത്. ചിലർ കല്യാണം കഴിക്കണം, 2 മാസം കഴിയുമ്പോൾ വിചാരിക്കുമോ ഇതല്ലായിരുന്നു, ഇതിനേക്കാൾ നല്ലത് വേറെ ഉണ്ടായിരുന്നു. 3 മാസം കഴിയുമ്പോൾ ഡിവോഴ്സിനെ പറ്റി ചിന്തിക്കുന്നു. ചിന്തിക്കാൻ പാടില്ല. ചിന്ത വരും, അതിനെ എൻ്റർടൈൻ ചെയ്യാൻ പാടില്ല. ബില്ലി ഗ്രഹാമിൻ്റെ ഭാര്യയെടുക്കൽ ഒരു ഫാമിലി സെമിനാർ കഴിഞ്ഞപ്പോൾ ചോദ്യങ്ങൾ ചോദിക്കാൻ സമയം കൊടുത്തപ്പോൾ ഒരു സ്ത്രീ ചോദിച്ചു, സ്ത്രീകളുടെ യോഗമാണ്, നിങ്ങൾ എപ്പോഴെങ്കിലും ഡിവോഴ്സിനെ പറ്റി ചിന്തിച്ചില്ല? അവർ നോ 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 ഡിവോഴ്സ്, ഐ നെവർ തോട്ട് അബൌട്ട് ഇറ്റ്. ഞാൻ ഒരിക്കൽ പോലും ഡിവോഴ്സിനെ പറ്റി ചിന്തിച്ചിട്ടില്ല, പക്ഷേ കൊലപാതകത്തെപ്പറ്റി സംസാരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ചിന്ത വരും. ഏതെങ്കിലും വേണ്ട, പക്ഷേ നിൻ്റെ ഫോക്കസ് ദൈവം നിനക്ക് തന്ന ഇണ, ദൈവം നിനക്ക് തന്ന തുണ, ദൈവം അവരിലൂടെ തരാൻ പോകുന്ന മക്കളെ വളർത്തിയെടുത്ത് ദൈവനാമ മഹത്വം, അതാണെങ്കിൽ നീ ഡിവോഴ്സ് ചെയ്യത്തില്ല. ഡിവോഴ്സിൻ്റെ ചിന്തയെ ഊതി അണച്ചിട്ട് കർത്താവിൻ്റെ കൂടെ ഓട്ടം നീ തികയ്ക്കുവാൻ ശ്രമിക്കും. ഡോണ്ട് ക്വിറ്റ്, സ്റ്റേ ഫോക്കസ്ഡ് ഓൺ ജീസസ് ക്രൈസ്റ്റ് ആൻഡ് ഓൺ യുവർ റൺ. 3, ഫോക്കസ് ഓൺ യുവർ റിവാർഡ്. നിൻ്റെ പ്രതിഫലത്തെപ്പറ്റി ചിന്തിക്കുക. ഓട്ടം അതികഠിനമായാൽ ചിലപ്പോൾ നിർത്താൻ ആഗ്രഹം തോന്നും. ആ സമയത്ത് പ്രതിഫലത്തെപ്പറ്റി ചിന്തിക്കണം. ഹല്ലേലൂയ. ഒന്നാമത്തെ കാര്യം യേശുക്രിസ്തുവിൽ ഫോക്കസ് ചെയ്യുക. രണ്ടാമത്തെ കാര്യം നമ്മുടെ യാത്രയിൽ ഫോക്കസ് ചെയ്യുക, നമ്മുടെ ശുശ്രൂഷയിൽ ഫോക്കസ് ചെയ്യുക. മൂന്നാമത്തെ നമ്മുടെ പ്രതിഫലത്തിൽ. വിദ്യാർത്ഥികൾക്ക് ഒരു പ്രധാനപ്പെട്ട പരീക്ഷ പഠിക്കുകയാണെങ്കിൽ, കഠിനമായ പരീക്ഷ ആണെങ്കിൽ, MBBS, ഒരു മെഡിസിൻ അങ്ങനെ പറയാം, മെഡിസിനകത്ത് പഠിക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് MBBSനകത്ത് വിടാൻ തോന്നും. നിങ്ങൾക്കറിയാമോ, കഴിഞ്ഞ വർഷം ഇന്ത്യയിൽ എത്ര വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്യുന്നു? 2400-ലധികം പേര് ആത്മഹത്യ ചെയ്തു. ആരാ അവർ? 1ാം ക്ലാസ്സിൽ പഠിക്കുന്നവരല്ല, 10ാം ക്ലാസ്സിൽ പഠിക്കുന്നവരല്ല, 12ാം ക്ലാസ്സിൽ പഠിക്കുന്ന ചിലരൊക്കെ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. ഒക്കെ വളരെ ചുരുക്കമാണ്. ബാക്കി ആരാ? മെഡിസിൻ. ആരാണ്? സിവിൽ സർവീസ്, IASന് പഠിക്കുന്നവർ. പിന്നെ ആരാണ്? CAക്ക് പഠിക്കുന്നവർ. നിനക്കും നിൻ്റെ ഫോക്കസ് എന്താ? ഇവരെന്താ ആത്മഹത്യ ചെയ്യാൻ കാര്യം? അവർക്ക് വിടാൻ തോന്നും, ഇത് വിട്ടുവെച്ച് വീട്ടിൽ പോകാമെന്ന് വിചാരിക്കും. ആത്മഹത്യ ചെയ്യാൻ തോന്നും. എന്തുകൊണ്ടാണ്? അവരുടെ ഫോക്കസില്ലാതെ. ഫോക്കസ് ചെയ്യുന്നവരെന്താണ്? ഞാൻ എത്ര കഠിനമായിട്ട് അധ്വാനിച്ചാലും ശരി, ഉറക്കമുളച്ച് ഞാൻ ശരി, ആത്മഹത്യ എന്തൊക്കെയാണെങ്കിലും ശരി, ഞാൻ കാണുകയാണ്, എൻ്റെ ഫോക്കസ് ചെയ്യുകയാണ്. എന്താണ്? എൻ്റെ റിവാർഡ്, എൻ്റെ പ്രതിഫലം. എൻ്റെ പേരിൻ്റെ ഇപ്പുറത്ത് ഡോക്ടർ എന്ന് എഴുതി വെക്കാം, എൻ്റെ പേരിൻ്റെ അപ്പുറത്ത് MBBS എന്ന് എഴുതി വെക്കാം, എൻ്റെ പേരിൻ്റെ അപ്പുറത്ത് IAS എന്ന് എഴുതി വെക്കാം, അതിൻ്റെ താഴെ കളക്ടർ എന്ന് എഴുതി വെക്കാം, അതിൻ്റെ അപ്പുറത്ത് ചാർട്ടേഡ് അക്കൗണ്ട് എഴുതി വെക്കാം. നിൻ്റെ പ്രതിഫലത്തെ നീ ഓർത്താൽ നിൻ്റെ ഓട്ടം നീ നിർത്താതെ സ്ഥിരതയോടെ ഓടുവാൻ തക്കവണ്ണം കർത്താവ് സഹായിക്കും. BM-BCom ഒന്നുമല്ല ഞാനീ പറഞ്ഞത്. കഠിനമായ പരീക്ഷ, സാധാരണ പരീക്ഷ, സാധാരണ പ്രതിഫലം. വലിയ പരീക്ഷ, വലിയ പ്രതിഫലം. ആ സമയത്ത് നിനക്ക് നിർത്താൻ തോന്നുന്ന സമയത്ത് നിൻ്റെ പ്രതിഫലത്തിൽ നിൻ്റെ ശ്രദ്ധ വയ്ക്കുക. എനിക്കും നിനക്കും വലിയ റിവാർഡുണ്ടെങ്കിൽ നിർത്താൻ തോന്നിപ്പോവും. വലിയ റിവാർഡുള്ള ഓട്ടമാണെങ്കിൽ നിർത്താൻ തോന്നിപ്പോവും. അല്ല കേട്ടോ, നിർത്താൻ തോന്നിപ്പോവും. ട്രാക്റ്റ് കൊടുക്കുക, നിർത്താൻ തോന്നുന്നില്ല, കാരണം അതിനകത്ത് വലിയ പ്രയാസമൊന്നുമില്ല. എന്നാൽ വീടുകൾ കയറിപ്പോയി സുവിശേഷം പറയാൻ, ബീഹാറിലേക്ക് പോയി സുവിശേഷം പറയുവാൻ, ഛത്തീസ്ഗഡിലേക്ക് പോയി സുവിശേഷം പറയാൻ, പ്രയാസമുള്ള ഒരു കാര്യം ചെയ്യുവാൻ നിനക്ക് പ്രയാസം തോന്നും, പ്രയാസമുള്ളതിന് തോന്നും. എന്നാൽ നീ നിൻ്റെ റിവാർഡ് നോക്കിയാൽ നീ നിർത്തത്തില്ല. ഒരു മുഖ്യമന്ത്രിയുടെയോ പ്രധാനമന്ത്രിയുടെയോ ഓഫീസിൽ ജോലി ചെയ്യുന്നവർ, അവിടെ വാതിക്കൽ സെക്യൂരിറ്റി ഗാർഡ് കാണും, ഗൺമാൻ കാണും, അല്ലെങ്കിൽ റൈഫിളും കൊണ്ട് നിൽപ്പോണ്ട. ഈസി ആയിട്ടുള്ള ജോലിയാണ്. കഴിയുന്നുണ്ടെങ്കിൽ നമുക്ക് സല്യൂട്ട് ചെയ്ത് നമുക്ക് പറയാം, സാറേ ഞാൻ വീട്ടിൽ പോവാണ്. അതിനപ്പുറത്ത് ഡ്രൈവർ കാണും. ഒരു ഡ്രൈവറുടെ ഡ്യൂട്ടി കഴിയുമ്പോഴേ അടുത്ത ഡ്യൂട്ടിക്കാരൻ വന്ന് ചെന്നിട്ട് പറയും, സാറേ ഞാൻ വീട്ടിൽ പോവാണ്. ഒരു ക്ലർക്ക് കാണും, അയടം ജോലി കഴിയുമ്പോൾ, സാറേ ഞാനങ്ങ് വീട്ടിൽ പോകാം കേട്ടോ, എൻ്റെ സമയം കഴിഞ്ഞു, വേറെ ആൾ വന്നു. എന്നാൽ അവർക്കൊരു പേഴ്സണൽ സെക്രട്ടറി എന്ന് പറഞ്ഞ ഒരാളുണ്ട്, PA, പേഴ്സണൽ സെക്രട്ടറി. അവർക്ക് ഉറങ്ങാനൊക്കത്തില്ല. വീട്ടിൽ പോകുന്ന സമയത്തും മന്ത്രിയുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു ഫോണുണ്ട്, വേറെ ഫോണുകളൊക്കെ കാണും, ആ ഫോൺ ഓൺ ചെയ്യത്തില്ല. അവർ കിടക്കുമ്പോഴും ഇടത്ത് വശത്ത് വെച്ചുകൊണ്ടേ കിടക്കത്തുള്ളൂ. കാരണം എന്താണെന്നറിയാമോ? അവൻ്റെ ജോലി പ്രധാനപ്പെട്ടതാണ്. നിർത്താൻ തോന്നുന്നു. ചിലപ്പം ഭാര്യയും പറയും, വീട്ടുകാരും പറയും, എടാ ബാക്കിയുള്ളവർക്കൊക്കെ അവധിയുണ്ട്, നിനക്കെന്താ അവധിയില്ലാത്ത? ചില ജോലിക്ക് അവധിയില്ല കേട്ടോ, ചില ജോലിക്കാർക്കും അവധിയില്ല.
ഞാനും നീയും ആ കൂട്ടത്തിലായിരിക്കണം. ഹല്ലേലൂയ. എന്നെ ഒരിക്കൽ കട്രായിൽ നിന്ന് ഇറക്കി വിട്ടു. അവിടുത്തെ നാട്ടുകാരെല്ലാം കൂടെ പറഞ്ഞു, ഇയാൾ മതം മാറ്റാൻ വന്നിരിക്കുകയാണ്, പലരുമൊക്കെ മതം മാറിയല്ലോ, നമുക്കൊരു കാര്യം ചെയ്യാം, ഇയാളെ ഇവിടുന്ന് ഇറക്കി വിടാം. അപ്പോൾ വേറൊരു മാന്യനായ ഒരാൾ, എനിക്കറിയാം ആരാന്ന്, അദ്ദേഹം എഴുന്നേറ്റ്. പിന്നീടാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ ഞങ്ങളുടെ ഡിസ്ട്രിക്റ്റിൻ്റെ കളക്ടറെ ഞാൻ കാണാൻ പോയപ്പോഴാണ് പറഞ്ഞു, ഓ നീയാണ് അവിടെ പ്രവർത്തിക്കുന്നതല്ലേ, നിന്നെ അവിടുന്ന് ഇറക്കി വിടാനായിട്ട് അവരെല്ലാം കൂടി ഒരു കമ്മിറ്റി മീറ്റ്. അന്നേരം ഞാനും അറിയുന്നത് കേട്ടോ. ആ ഒരാൾ പറഞ്ഞു, നോക്കി അയാളെ അടിക്കരുത്. 11 വർഷത്തിലധികം അദ്ദേഹം പട്ടാളത്തിൽ ജോലി ചെയ്തല്ലേ, അപ്പോൾ അതിൻ്റെ അർത്ഥം അദ്ദേഹം ഒരു മാന്യനാണെന്നാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ അടിക്കരുത്, താമസിക്കുന്ന വീട്ടിൽ നിന്ന് അങ്ങ് ഇറക്കി വിടാം, പിന്നെ വേറെ ആരും മുറി കൊടുക്കാതിരുന്നാൽ അവർ അങ്ങ് പൊയ്ക്കോളും. അപ്പം ഞാൻ ഏകദേശം 1-2 മാസം കറങ്ങി നടന്നു. എനിക്ക് ശരിയായിട്ട് അറിയാൻ വയ്യ എത്ര ഉണ്ടെന്നാണ്. ആ സമയത്ത് എൻ്റെ ചില ആളുകൾ ചോദിച്ചിട്ടുണ്ട്, വേറെ എവിടെയെങ്കിലും പോയി അങ്ങ് വേല ചെയ്താലും പറയാം, അവിടെ വേല ചെയ്താലും ഇവിടെ വേല ചെയ്താലും എല്ലാം ആത്മാക്കളല്ലയോ. ആ സമയത്താണ് എനിക്ക് അലൈൻ എന്ന് പറഞ്ഞിടത്ത്, ദുബായിയുടെ അടുത്ത ഒരു രാജ്യമാണ്. അവിടുന്ന് എനിക്കൊരു എഴുത്ത് വന്നു. ആരാ എഴുതിയത്? KK ജേക്കബ്. മരിച്ചുപോയി, അദ്ദേഹത്തിൻ്റെ ഭാര്യ മരിച്ചുപോയി. എന്നാൽ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള KS ജേക്കബ്, പാസ്റ്റർ KS ജേക്കബ് തിരുവല്ലായിലുണ്ട്, IPCയിൽ പോയി ചോദിച്ചാൽ മതി, ഞാനീ പറഞ്ഞ ആരാണ്. ബഹ്റിനിലൊരു പാസ്റ്റർ അനിയനുണ്ട്, അദ്ദേഹത്തിൻ്റെ എങ്കിലും ചോദിച്ചാൽ മതി കേട്ടോ. അവരൊക്കെ അന്ന് ഒന്നിച്ചായിരുന്നു അവിടെ ആയിരിക്കുന്ന സമയത്ത് എനിക്കൊരു എഴുത്ത് വന്നു KK ജേക്കബിൻ്റെ. വർഗീഷ് ബ്രദറെ, ഞാൻ ഭാര്യയും കൂടെ ബ്രദറിൻ്റെ അവിടെ വന്ന് താമസിച്ചു. ഞാൻ കണ്ടുവന്ന് ബ്രദർ ഉറുദു ബൈബിളാണ് വായിക്കുന്നത്. ഇവിടെ പാകിസ്ഥാനിൽ നിന്ന് ഞങ്ങളുടെ ഗവൺമെൻറ് 1000 ശുചീകരണ പ്രവർത്തകരെ കൊണ്ടുവന്നിട്ടുണ്ട്, ക്ലീനിങ് ചെയ്യുന്ന. മുഴുവൻ പേരും ക്രിസ്ത്യാനികൾ, 1000 പേര്. അവർക്ക് താമസിക്കാൻ ടെൻ്റ് അടിച്ചു കൊടുത്തു. അന്നേരം പറഞ്ഞ്, ഞങ്ങൾ ക്രിസ്ത്യാനികളാണ്, ഞങ്ങൾക്ക് ആരാധിക്കാൻ സ്ഥലം വേണം, അവർക്ക് വേണ്ടി ഒരു വലിയ ടെൻറ്റ്, ഞാൻ പോയി പ്രസംഗിച്ചിട്ടുണ്ട് അവിടെ, 400 പേർക്ക് ഇരിക്കാവുന്ന ഒരു വലിയ ടെൻറ്റ് അടിച്ചു കൊടുത്തു. പറഞ്ഞ് അവരോട് വന്നു കഴിഞ്ഞാൽ അവർക്ക് പാസ്റ്ററില്ല, അവർക്ക് പ്രസംഗിക്കാൻ ഉപദേശമില്ല, അവരുടെ ഭാഷ ഉറുദുവാണ്. വർഗീസ് വായിക്കുന്നത് ഉറുദു ബൈബിളിൽ ഇനി വരുന്നോ? വരാമെങ്കിൽ ഞങ്ങൾ ഇവിടുത്തെ അമേരിക്കൻ ആശുപത്രിയിലെ വിസ തരാം, ഇവിടെ വരാമെങ്കിൽ അമേരിക്കൻ ആശുപത്രിക്കകത്ത് ഒരു കെട്ടിടം തരാൻ താമസിക്കാൻ, ഞങ്ങളെല്ലാവരും കൂടെ ഒരു കാർ വാങ്ങിച്ചു തരാം അങ്ങോട്ട് പോയിട്ട് വരാൻ. വരുന്നോ? ഞാൻ പ്രാർത്ഥിച്ചു പോലുമില്ല. കടലാസ് ഞാൻ നുള്ളിക്കരുത്, ദൂരെ കളഞ്ഞു. എന്താ കാര്യം? എനിക്കറിയാവുന്ന എൻ്റെ ഫോക്കസ് കട്രായിലാണ്. ദൈവം എന്നെ വിളിച്ചത് അലയിലേക്കല്ല, ദൈവം എന്നെ വിളിച്ചത് കട്രായിലൊരു സ്ഥലം സ്ഥാപിക്കാനാണ്. ഹല്ലേലൂയ. അതായിരുന്നു എൻ്റെ ലക്ഷ്യം. ആ സമയത്താണ് വേറൊരാൾ പറഞ്ഞത്, പത്താംകോട്ടിനടുക്കൽ സുജാൻപൂർ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, അവിടെ മുഴുവൻ 100% ക്രിസ്ത്യാനികളാണ്. അവർക്കൊരു പള്ളിയുണ്ട്, അവർക്ക് ഉപദേശമില്ല, പാസ്റ്ററില്ല. പോന്നു. എൻ്റെ ഭാഷയാണ് അവർ സംസാരിക്കുന്നത്, അവരുടെ കൾച്ചറിലുള്ളവരായും പ്രവർത്തിക്കുന്നത് പഞ്ചാബിൽ. പോന്നു, പത്താംകോട്ട പോന്നു. ഞാൻ ചിന്തിച്ചു പോലുമില്ല, പോയുമില്ല. പിന്നെയോ എനിക്കറിയാമായിരുന്നു എന്നെ ദൈവം ആക്കിയിരിക്കുന്നത്, എൻ്റെ ഫോക്കസ് കട്രായായിരുന്നു. എനിക്കറിയാമായിരുന്നു കട്രായിലെ ഓരോ ചുവട്ടടിയിലും, നടക്കുന്ന ഓരോ ചുവട്ടടിയിലും എൻ്റെ ഒരു തുള്ളി കണ്ണുനീര് വീണിട്ടുണ്ട്, എൻ്റെ ഓരോ തുള്ളി വേർപ്പ് കൊണ്ടുണ്ട്. എനിക്ക് നല്ലതുപോലെ അറിയാം. ഹല്ലേലൂയ. കാരണം എൻ്റെ ഫോക്കസ് അവിടെയായിരുന്നു. ദൈവം എനിക്ക് അത്ഭുതകരമായിട്ട് തിരിച്ചു പോകാൻ സൗകര്യം ഉണ്ടാക്കി കേട്ടോ. ഹല്ലേലൂയ. നീ പറയുന്നത് കേട്ടെ, നിങ്ങൾ നിങ്ങളുടെ റിവാർഡ് നോക്കിയില്ല എങ്കിൽ, നിങ്ങളുടെ പ്രതിഫലം നോക്കിയില്ല എങ്കിൽ നിങ്ങളുടെ ശുശ്രൂഷ വലിയൊരു മല ചുമക്കുന്നത് പോലെ തോന്നും. മടിയൻ മല ചുമക്കും. മടിയൻ മാത്രമല്ല, ഫോക്കസ് ഇല്ലാത്തവൻ, പ്രതിഫലത്തെ നോക്കാത്തവൻ വലിയ ഒരു മല ചുമക്കുന്നത് പോലെ ആയിത്തീരും. എന്താണ് നമ്മുടെ പ്രതിഫലം? സ്വർഗത്തിൽ കിരീടം കിട്ടുന്നതാണോ? അത് സ്വർഗത്തിൽ ചെല്ലുമ്പോൾ തരട്ടെ. വെള്ളവസ്ത്രം കിട്ടുന്നതാണോ? അതും കർത്താവ് തരട്ടെ. വേറെ എന്തെങ്കിലും തരുന്നോ? തരട്ടെ. ചിലരൊക്കെ പറയും, വർഗീശ്വരനെ എനിക്ക് സ്വർഗത്തിൽ ചെല്ലുമ്പോൾ കർത്താവിൻ്റെ പാദപീഠത്തിലിരിക്കണം, അതും നിൻ്റെ പ്രതിഫലം ചോദിക്കുന്നതാണോ? ദൈവം തരട്ടെ, അടുത്തിരിക്കട്ടെ, എന്തെങ്കിലും തരട്ടെ. പക്ഷേ ഇതൊന്നുമല്ല യഥാർത്ഥ നിൻ്റെയും എൻ്റെയും പ്രതിഫലം. പിന്നെന്താണ്? ഞാനും നീയും കഷ്ടം സഹിക്കുന്ന സമയത്ത് ബാക്കിയുള്ളതിനൊക്കെ അപ്പുറത്ത് നമ്മുടെ പ്രതിഫലത്തെ നോട്ടം, എൻ്റെ യേശുവിൻ്റെ മുഖത്ത് ഒരു പുഞ്ചിരി വരണം, എൻ്റെ വേലയിൽ അവന് സംതൃപ്തി വരണം. സ്തെഫാനോസിൻ്റെ മരണമാണ് എനിക്ക് ഓർമ്മ വരുന്നത്. സ്വർഗത്തിലൊരു കയറി ചെന്നപ്പോൾ യേശു ക്രിസ്തു എഴുന്നേറ്റ് നിന്നു. ഹല്ലേലൂയ. അതുപോലെ എൻ്റെയും നിൻ്റെയും വേല നടക്കുന്ന സമയത്ത്, ഹല്ലേലൂയ, കഷ്ടം സഹിക്കുന്ന സമയത്ത്, വീട് തീ വിടുന്ന സമയത്ത്, മക്കളെ കോളേജിൽ നിന്ന് ഇറക്കി വിടുന്ന സമയത്ത്, ജോലി പോകുന്ന സമയത്ത്, കുടുംബവിഹിതം കിട്ടാത്ത സമയത്ത്, ഹല്ലേലൂയ, നിൻ്റെ ഫോക്കസ് നിൻ്റെ പ്രതിഫലത്തിലായിരിക്കട്ടെ. കർത്താവിൻ്റെ മുഖത്തൊരു പുഞ്ചിരി. യാക്കോബ് ലാബാൻ്റെ അമ്മാച്ചൻ്റെ വീട്ടിൽ ജോലി ചെയ്തു 7 വർഷം. എന്താ, ഇഷ്ടമുള്ള പെണ്ണിനെ കെട്ടണം, റാഹേലിനെ കെട്ടണം. പറഞ്ഞു 7 വർഷം ജോലി ചെയ്യാമെങ്കിൽ തരാം. 7 വർഷം കഴിഞ്ഞപ്പോൾ കിട്ടിയത് പൂച്ചക്കണ്ണിയല്ല, നമ്മൾ പൂച്ചക്കണ്ണി എന്ന് പറയും അല്ലേ, വടക്കേ ഇന്ത്യയിൽ പൂച്ചക്കണ്ണിയല്ല. ആ പൂച്ചക്കണ്ണികൾക്ക് ഭയങ്കര വിലയാണ് ഇവിടെ കേട്ടോ. പൂച്ചക്കണ്ണികൾക്ക് ഭയങ്കര വിലയാണ്. വെള്ളിക്കണ്ണി എന്നാണ് പറയുന്നത്, വെള്ളി പോലുള്ള കണ്ണുകൾ, അവർക്ക് ഭയങ്കര വിലയാണ്.
ഇതുകൊണ്ട് അവിടെ കലങ്ങിയ കണ്ണുകളുണ്ടായിരുന്നു. അവളെ കണ്ട 7 വർഷം കഴിഞ്ഞപ്പോഴാണ് ചതിച്ചു. പിന്നെ 7 വർഷം ഒന്ന് ചിന്തിച്ച് നോക്കിക്കോ, 7 വർഷം ഒരു പെണ്ണിന് വേണ്ടി ജോലി ചെയ്തു. എന്നിട്ട് എന്തായി? അവനത് വലിയ അവൻ ഇട്ടുമിച്ച് പോകാൻ എന്താ? അവൾ പാപം ചെയ്യാതിരുന്നത് എന്താണെന്ന് ഞാൻ പറഞ്ഞു. എന്തുകൊണ്ട് അവൻ ഇട്ടുമിച്ച് പോകാഞ്ഞത്? ഇത് വേദപുസ്തകം പറയുന്നു. ഉൽപ്പത്തി പുസ്തകം 29:20. യാക്കോബ് റാഹേലിനെ സ്നേഹിക്കൊണ്ട് അതവന് അല്പകാലം പോലെ തോന്നി. സ്നേഹമുണ്ട്. അവൻ്റെ ലക്ഷ്യം എന്തായിരുന്നു? ഞാൻ സ്നേഹിക്കുന്ന പെണ്ണിനെ ആശ്ലേഷിക്കുന്ന ഒരു രാത്രി വരും, അതിനുവേണ്ടി ഞാൻ എന്ത് വേണം? അവൻ്റെ ലക്ഷ്യം, അവൻ്റെ ഫോക്കസ് റാഹേലായിരുന്നു. അവളുടെ ആദ്യ രാത്രിയായിരുന്നു. എനിക്കും നിനക്കും ഒരു ഫോക്കസ് ഉണ്ടായിരിക്കട്ടെ. ഹല്ലേലൂയ. ലേയെ കിട്ടിയപ്പോഴും അവൻ്റെ ഫോക്കസ് മാറിയില്ല, കഠിനാധ്വാനം നിർത്തിയില്ല. 7 വർഷം ഇനിയും ഞാൻ ജോലി ചെയ്യാൻ തയ്യാറാണ്, എനിക്കെൻ്റെ പ്രതിഫലം കിട്ടിയേ തീരത്തുള്ളൂ. പൗലോസ് റോമിൽ പോകാൻ ആഗ്രഹിച്ചു. എന്താ കാര്യം? റോമിൽ കൈസറുടെ കൊട്ടാരത്തിനകത്തൊരു സഭ സ്ഥാപിക്കണം. തല പോയാലും വേണ്ടിയില്ല, അവനത് ചെയ്തു. തല പോയി, പക്ഷേ സഭ സ്ഥാപിച്ചു. യേശു ക്രൂശും എടുത്ത് നടന്നു. ഭാരമുള്ള ക്രൂശ്. അടി കൊണ്ടു. എത്ര അടി കൊണ്ടു? 49? അല്ലല്ല 39? അല്ല, അതൊക്കെ യഹൂദന്മാരുടെയാണ്. യഹൂദന്മാരുടെ എന്ന് പറഞ്ഞാൽ ഏകദേശം ചാവാറാകുന്നത് വരെ അടി. ചോരയൊക്കെ അങ്ങോട്ട് പോയി. ആ ചോരയ്ക്കകത്ത് ഒന്ന് അവൻ നടക്കുകയാണ്. എണ്ണമില്ലാതെ അടി കൊണ്ടു. എന്നിട്ട് അടിപ്പാടുകളുടെ ഒരു കുരിശെടുത്ത് വെച്ചു. കുരിശ് മുഴുവൻ വെച്ചോ, കുരിശിൻ്റെ അടുത്ത് അടി വെച്ചോ, വേദപണ്ഡിതന്മാർ നിശ്ചയിക്കട്ടെ. ഇതിലേതോ ഒന്നെടുത്തുകൊണ്ട് നടക്കുകയാണ്. അതിഭയങ്കരമായ വേദന. അവൻ നടക്കുകയാണ്. നിങ്ങൾക്കറിയാമോ, ശരീരത്തിൽ നിന്ന് ചോര ഒത്തിരി പോയി കഴിഞ്ഞാൽ, ഡോക്ടർമാരൊക്കെ ചോദിക്കാം, ഞാൻ അനുഭവിച്ചിട്ടുണ്ട്, എനിക്കറിയാം. ചോര ഒത്തിരി പോയി കഴിയുമ്പം തണുക്കും, കുളിരും. ഈ കുളിരും സഹിച്ചുകൊണ്ട് അവൻ നടക്കുകയാണ്. എന്താ കാര്യം? അവനൊരു ലക്ഷ്യമുണ്ടായിരുന്നു. എന്താണ്? എനിക്ക് സ്വർഗം നിറയ്ക്കണം. ഈ ലോകത്തിലെ മനുഷ്യരെ കൊണ്ടൊരു സഭയുണ്ടാക്കി ആ സഭയിലായിട്ട് എനിക്ക് അവിടെ നിൽക്കണം. ഹല്ലേലൂയ. നിങ്ങൾക്ക് ഒരു ലക്ഷ്യം ഉണ്ടായിരിക്കട്ടെ. യേശുവിനുണ്ടായിരുന്നു, പൗലോസിനുണ്ടായിരുന്നു, ഞാൻ ഈ പറഞ്ഞവർക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു. നമുക്കൊരു ലക്ഷ്യം ഉണ്ടായിരിക്കട്ടെ. നിൻ്റെ വിവാഹത്തിനൊരു ലക്ഷ്യം ഉണ്ടായിരിക്കട്ടെ. മക്കൾ, ഞാൻ ആ മക്കളെ ദൈവത്തിന് വേണ്ടി വളർത്തിയെടുക്കാം. എൻ്റെ ബിസിനസ്സിനൊരു ലക്ഷ്യം ഉണ്ടായിരിക്കട്ടെ. എനിക്ക് ലാഭം ഉണ്ടാകണം, എൻ്റെ മക്കൾക്ക് വേണ്ടി എന്തെങ്കിലും ചരതിച്ച് വയ്ക്കണം. എനിക്ക് പീഡനം ഉണ്ടായിരുന്നാലും വേണ്ടിയില്ല, എൻ്റെ സഭ, ഇതിനു വേണ്ടി ഞാൻ കഷ്ടം സഹിക്കും. എൻ്റെ കർത്താവിൻ്റെ മുഖത്തൊരു പുഞ്ചിരി വെടിയുന്നത് കാണണം. കുറേനക്കാരൻ ഷിമിയോൻ, അവരൊരു ലക്ഷ്യമുണ്ടായിരുന്നു. നിങ്ങൾ ആ സിനിമ കണ്ടിട്ടുണ്ടോ, പാഷൻ ഓഫ് ക്രൈസ്റ്റ്? ഞാൻ 3-4 പ്രാവശ്യം കണ്ടു. എന്നാൽ ഈ ഷിമിയോൻ കുരിശ് ചുമക്കുന്നത് ഞാൻ പിന്നെ ഒരു 5-6 പ്രാവശ്യം കൂടെ കണ്ടു. ഇനിയും കാണാൻ തയ്യാറാണ് ഞാൻ. മുഴുവൻ കണ്ടില്ലെങ്കിലും അതെങ്കിലും കാണും. എന്താ കാര്യം? യേശു കുരിശ് എടുത്ത് താഴെ വീണ്ടും കിടക്കുകയാണ്. അപ്പോൾ കൂടുതലുള്ളവർക്ക് മനസ്സിലായി, പട്ടാളക്കാർക്ക് മനസ്സിലായി, ഇനി അവനെ എഴുന്നേക്കത്തില്ല. അപ്പോൾ അടുത്ത് നിന്ന് ഈ കുറേനക്കാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ആഫ്രിക്കക്കാരനാണ്, അടിമയാണ്, എടുക്കള. അവനെ പിടിച്ച് നിർബന്ധിച്ച് അവൻ്റെ തോളിൽ വെച്ചു. അവൻ നടക്കുമ്പോൾ യേശുവിൻ്റെ പറയും, ഇനി കുറച്ച് ദൂരം കൂടെ ഉള്ളൂ. എന്താണ് ഷിമിയോൻ്റെ ലക്ഷ്യം? യേശുവിൻ്റെ കുരിശ് എത്തേണ്ട സ്ഥാനത്തെത്തണം. എനിക്കൊരാഗ്രഹം, യേശുവിൻ്റെ കുരിശ് എവിടെയാണോ എത്തിയിട്ടില്ലാത്തത് അവിടെ എത്തണം. അതിനുവേണ്ടി എന്തെങ്കിലും നഷ്ടം സഹിച്ചാൽ, അപ്പനെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടാൽ, അമ്മച്ചി എൻ്റെ മുഖത്ത് നോക്കി തുപ്പിയ ഇതൊന്നും സംഭവിക്കുന്നു പറയും, ഇതൊക്കെ സംഭവിച്ചാൽ, എനിക്ക് എൻ്റെ ഭാര്യയ്ക്ക് എൻ്റെ മക്കൾക്ക് ദോഷം സംഭവിച്ചാൽ, എന്നെപ്പറ്റി ആളുകൾ അപവാദം പറഞ്ഞാലും ശരി, എനിക്ക് മുമ്പോട്ട് പോകണം. അതെൻ്റെ ഫോക്കസാണ്. ഹല്ലേലൂയ. ഇങ്ങനെ പോകുമ്പോഴായിരിക്കും എനിക്ക്, നിനക്ക്, എനിക്കില്ല, നിങ്ങൾക്ക് ആരെങ്കിലും പറയുന്നേ, എൻ്റെ കുഞ്ഞെ ഛത്തീസ്ഗഡിൽ കിടന്ന് നീ എന്നെ അടി കൊള്ളുന്നേ, ഒറീസയിൽ കിടന്ന് നീ എന്നെ പ്രയാസം അനുഭവിക്കുന്നേ, നീ ഇങ്ങോട്ട് പോരെ. ഇവിടെ 72 പേരുള്ള ഒരു സഭ തിരുവല്ലായിലുണ്ട്. അങ്ങോട്ട് പോകുന്നു, ഇവിടെ നിൽക്കുന്നു. ലുക്ക് അറ്റ് ദ റിവാർഡ്. റിവാർഡ് എന്താണ്? അവൻ്റെ മുഖത്തെ പുഞ്ചിരി. ബീഹാറിലെ, ഛത്തീസ്ഗഡിലെ അതിക്രൂരമായ പീഡനം സംഭവിക്കുമ്പോഴാണ് അമേരിക്കയിലെ പെങ്ങൾ പറയുന്നത്, എൻ്റെ കുഞ്ഞനിയൻ ഇഞ്ഞ് പോരാ. അപ്പോഴായിരിക്കും കാനഡയിലെ സഹോദരൻ പറയുന്നത്, മോനെ നീ ഇഞ്ഞ് പോരാ, അവർക്കൊന്ന് കഷ്ടപ്പെടണ്ട. ആ സമയത്തായിരിക്കും ഗൾഫിലെ അമ്മാവൻ പറയുന്നത്, നീ ഇഞ്ഞ് പോരാ, നിനക്കൊരു സഭയോട് ഉണ്ടാക്കിത്തരാം, അല്ലെങ്കിൽ ഇവിടുത്തെ ഫാക്ടറിയിൽ ജോലി തരാം. ഹല്ലേലൂയ. വേദപുസ്തകത്തിൽ ഞാൻ ഇതുവരെ ആരെയും കണ്ടിട്ടില്ല അങ്ങനെ, കേട്ടോ. പുതിയ നിയമത്തിൽ വിശ്വസിക്കുകയും പുതിയ നിയമപ്രകാരം ജീവിക്കുമെന്ന് പറയുന്നവർ എന്തുകൊണ്ട് മക്കളെ തിരിച്ചു വിളിക്കുന്നു, ഛത്തീസ്ഗഡിലും തിരിച്ചു വിളിക്കുന്നു, സഹോദരന്മാരെ വിളിക്കുന്നു, എനിക്കറിഞ്ഞുകൂടാ. ഞാൻ ചെയ്യത്തില്ല. തൻ്റെ അടുത്തോട് പറയുകയാണ്, അഹങ്കാരത്തോട് പറയുകയല്ല, ദൈവത്തോട് വിശ്വാസം കൊണ്ട് എൻ്റെ ഫോക്കസ് മാറ്റത്തില്ല. എൻ്റെ മക്കളെ ഞാൻ തിരിച്ചു വിളിക്കത്തില്ല. എവിടെ പോയാലും എന്തെല്ലാം പ്രയാസം വന്നു കഴിഞ്ഞാലും. ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങൾക്ക് എനിക്കും 2 കാര്യം ചെയ്യാനൊക്കും, 2 വിധത്തിൽ ഫോക്കസ് ചെയ്യാനൊക്കും. ഒന്ന്, സ്വർഗത്തിലെ റിവാർഡ്, കിരീടത്തെപ്പറ്റി, വെള്ളവസ്ത്രത്തെപ്പറ്റി, ഇതൊക്കെ നോക്കിയാട്ടെ. പക്ഷേ ഇതിലൊക്കെ ഉപരിയായിട്ട്, ഇതിൻ്റെയൊക്കെ മുകളിൽ യേശുവിൻ്റെ മുഖത്തൊരു പുഞ്ചിരി വിടരുന്നത് കാണണം, ഒരു സംതൃപ്തി വരുന്നത് കാണണം. നിന്നെ നോക്കി സന്തോഷിക്കുന്ന ഒരു പുഞ്ചിരി വിടരുവാൻ ഇടയായിത്തരണം. നിങ്ങളുടെ ഫോക്കസ് പ്രതിഫലത്തിലായിരിക്കട്ടെ. ഒന്ന് ക്രിസ്തുവിൽ,
2 നിങ്ങളുടെ യാത്രയിൽ, 3 നിങ്ങളുടെ പ്രതിഫലത്തിൽ ആയിരിക്കട്ടെ. ഒരു സംഭവകഥ ഓർമ്മ വരുന്നു. ഇംഗ്ലണ്ടുകാരനായ ഡെറിക് റെഡ്മോണ്ട് എന്ന് പറയുന്ന ഒരു ആഫ്രിക്കൻ ഒറിജിൻ മനുഷ്യൻ, അയാൾ ബാഴ്സലോണ എന്ന് പറഞ്ഞ സ്ഥലത്തെ ഒളിമ്പിക്സ് ഗെയിമിൽ ഓടാൻ പോയി. അദ്ദേഹത്തിൻ്റെ ഫേവറേറ്റ് ഐറ്റമാണ് 400 മീറ്റർ ഓട്ടം. ഓട്ടത്തിൽ നിന്ന് 1, 2, 3, 4, 5, 6, 7 എത്ര പേരുണ്ടെങ്കിലും ശരി, തോക്കിൻ്റെ വെടി മുഴങ്ങി. ആ സമയത്ത് എല്ലാവരും ഓട്ടം പിടിച്ചു. ഡെറിക്കിനറിയാം, ഞാൻ 1ാമത്തെ സമ്മാനവും വാങ്ങിച്ചുകൊണ്ടേ പോകത്തുള്ളൂ, മെഡലും വാങ്ങിച്ചുകൊണ്ടേ പോകത്തുള്ളൂ. 250 മീറ്റർ ഓടി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അയാളുടെ കാലിലെ മസിൽ പൊട്ടി, താഴെ വീണു, നിലവിളിച്ചു. പക്ഷേ അദ്ദേഹം ഓട്ടം നിർത്താൻ വിസമ്മതിച്ചു. അദ്ദേഹം ചാടി എഴുന്നേറ്റു, ഞൊണ്ടി ഒറ്റക്കാലിൽ, മറ്റേ കാലത്ത് താഴത്തുള്ള അമ്മയ്യ, ഒറ്റക്കാലിൽ ചാടി മുമ്പോട്ട് പോവുകയാണ്. അപ്പോഴത്തേക്ക് ആളുകൾ പൊക്കിയെടുക്കാനായിട്ട് സ്ട്രെച്ചറുമായിട്ട് വന്നു. അദ്ദേഹം സ്ട്രെച്ചറിൽ കിടക്കാൻ വിസമ്മതിച്ചു. ഉറക്കെ നിലവിളിച്ചുകൊണ്ട് ഞൊണ്ടി ഒറ്റക്കാലിൽ മുമ്പോട്ട് പോയി. ആൾക്കൂട്ടത്തിനിടയിൽ നിന്നും ഒരു മനുഷ്യൻ ഇറങ്ങി വന്നു. നിങ്ങൾക്ക് വീഡിയോ കാണാം. ഒരു മനുഷ്യൻ ഇറങ്ങി വന്നിട്ട് അപ്പോഴത്തേക്ക് ആളുകളൊക്കെ തടഞ്ഞു, സെക്യൂരിറ്റിക്കാർ തടഞ്ഞു. നോ അയാൾ അവരെല്ലാം തള്ളി മാറ്റിക്കൊണ്ട് തൻ്റെ മകൻ്റെ അടുക്കൽ വന്നു. അവൻ്റെ കൈയെടുത്തു, തൻ്റെ തോളെ കൂടി ഇട്ടു. എന്നിട്ട് ഈ അപ്പൻ മകനെ ഓടാൻ സഹായിച്ചു. ഒറ്റക്കാലിൽ ഞണ്ടുന്നവനെ ഞൊണ്ടി ഫിനിഷ് ലൈനിലെത്താൻ സഹായിച്ചു. ഡെറിക്കിന് മെഡൽ കിട്ടിയില്ല. ആരും ഒരു കടലാസിനകത്ത് എഴുതിപ്പോലും കൊടുത്തില്ല ഇദ്ദേഹം ഓട്ടം തികച്ചു എന്ന്. പക്ഷെ അവിടെ ഉണ്ടായിരുന്ന 65,000 പേര് എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചു. ഏറെ നേരം അവർ കൈയടി നിർത്താൻ വിസമ്മതിച്ചു. ഞാനൊരു ചോദ്യം ചോദിക്കാൻ പോവാണ്. ഈ കഥയിലെ ഹീറോ ആരാണ്? അപ്പനാണോ മകനാണോ? ഞാൻ ആ മകനാണ്. എനിക്ക് ഓടുന്ന സമയത്ത് എൻ്റെ ഫോക്കസ് ഫിനിഷ് ലൈനാണ്. അവാർഡ് പോലുമല്ല. അവാർഡായിരുന്നു ഇയാൾക്ക് തിരിച്ചു പോയായിരുന്നു. കാരണം അയാൾ വീണ് കിടക്കുമ്പം കണ്ടത് ആളുകൾ ഓടി കവർ ചെയ്യുന്ന ഇനി അവരുടെ അടുത്തില്ല. അയാളുടെ ലക്ഷ്യം, അയാളുടെ ഫോക്കസ് ഫിനിഷ് ലൈനിലായിരുന്നു. എൻ്റെ ശബ്ദം കേൾക്കുന്ന സഹോദരി, എൻ്റെയും നിൻ്റെയും നോട്ടം ഫിനിഷ് ലൈനിലായിരിക്കട്ടെ. എൻ്റെയും നിൻ്റെയും ഫോക്കസ് ഫിനിഷ് ലൈനിലായിരിക്കട്ടെ. ഞൊണ്ടിയാലും വേണ്ടിയില്ല, ഒറ്റക്കാലയിൽ ഓടിയാലും വേണ്ടിയില്ല, എഴഞ്ഞാണെങ്കിലും വേണ്ടിയില്ല. ഞാൻ കണ്ടിട്ടുണ്ട് ആളുകൾ ഫിനിഷ് ലൈനിൽ എത്തിച്ചേരുന്നത് എഴഞ്ഞ് കേട്ടോ. ഹല്ലേലൂയ. വീഡിയോയ്ക്കകത്ത് കണ്ടിട്ടുണ്ട്. ഹല്ലേലൂയ. ഈ അപ്പൻ മകൻ, ഞാൻ ആ മകനാണ്. നൊന്താലും അതിവേദനയായാലും ഓട്ടം നിർത്താതെ ഞൊണ്ടിയാലും ഒറ്റക്കാലിൽ ചാടിയാണേലും ഓട്ടം തികച്ച് ഫിനിഷ് ലൈനിൽ എത്തണമെന്ന് മാത്രമേ എനിക്ക് ആഗ്രഹമുള്ളൂ. ഞാൻ കാണുന്നു എൻ്റെ അപ്പനെ മാലാഖമാരെയൊക്കെ തള്ളി നീക്കിക്കൊണ്ട് ഇറങ്ങി വരുന്നു, എൻ്റെ കൂടെ നടക്കുന്നു. എൻ്റെ ഓട്ടം തികയ്ക്കാൻ, എന്നെ ഫിനിഷ് ലൈനിൽ എത്തിക്കാൻ എൻ്റെ കൂടെ നടക്കുന്നു. കട്രായിൽ എൻ്റെ കൂടെ നടന്നു, കാശ്മീരിലെ പർവ്വതത്തിൽ എൻ്റെ കൂടെ നടന്നു, പഞ്ചാബിൽ എൻ്റെ കൂടെ നടന്നു, മധ്യപ്രദേശിൽ എൻ്റെ കൂടെ നടന്നു, ഒറീസയിൽ എൻ്റെ കൂടെ നടന്നു, മഹാരാഷ്ട്രയിൽ എൻ്റെ കൂടെ നടന്നു. ഞാൻ പോയ സ്ഥലങ്ങളിലെല്ലാം അവൻ എൻ്റെ കൂടെ നടന്നു. ഞാൻ പോയിടത്തൊക്കെ സഭകൾ സ്ഥാപിക്കുവാൻ തക്കവണ്ണം കർത്താവ് സഹായിച്ചു. ഞാൻ നിങ്ങളൊക്കെ പറയുന്നു, ഈ പിതാവ് നിൻ്റെ കൂടെ നടക്കും. എൻ്റെ ശബ്ദം കേൾക്കുന്ന സഹോദര സഹോദരി, നിങ്ങൾ വേദനയിലായിരിക്കാം, അതിവേദനയിലായിരിക്കാം, ഞൊണ്ടി നടക്കുകയായിരിക്കാം, സഹിക്കാൻ വയ്യായ എന്ന് തോന്നുന്നുണ്ടായിരിക്കാം, ഇട്ടും വെച്ച് പോകാൻ തോന്നിയെന്ന് വരാം. പക്ഷെ നിൻ്റെ ഫോക്കസ് 1 ക്രിസ്തുവിലായിരിക്കട്ടെ, 2 നിൻ്റെ ഓട്ടത്തിലായിരിക്കട്ടെ, 3 നിൻ്റെ പ്രതിഫലത്തിലായിരിക്കട്ടെ. എന്താണ് പ്രതിഫലം? അവൻ്റെ മുഖത്തൊരു പുഞ്ചിരി വീഴണം. അത് മാത്രം മതി. ആര് പറയും, വർഗീശ്വരരെ എനിക്ക് വേണ്ടി ഇവിടെ പ്രാർത്ഥിച്ചാട്ടെ, എനിക്ക് ഓട്ടം തികയ്ക്കണമെന്നുണ്ട്, എനിക്കും ഫിനിഷ് ലൈനിൽ എത്തണമെന്നുണ്ട്, എന്നെ ഏൽപ്പിച്ച സ്ഥലത്ത് ഹല്ലേലൂയ ഇവിടെ എന്നെ ഓടാൻ ഏൽപ്പിച്ചിട്ട് അപ്പുറത്ത് പോയി നിൽക്കാനല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. ബീഹാറിൽ നിന്ന് ഞാൻ തിരുവല്ലയിൽ പോകാനല്ല ആഗ്രഹിക്കുന്നത്, ദുബായിൽ പോകാനല്ല ആഗ്രഹിക്കുന്നത്, കാനഡയിൽ പോകാനല്ല ആഗ്രഹിക്കുന്നത്. എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഓട്ടക്കളത്തിൽ ഞാൻ ഓടും, വീണാലും ഞൊണ്ടിയാലും ശരി. എൻ്റെ അപ്പച്ചൻ എൻ്റെ കൂടെ വന്ന് എൻ്റെ ഓട്ടം തികയ്ക്കുവാൻ, ഫിനിഷ് ലൈനിലെത്തുവാൻ എന്നെ സഹായിക്കണമേ. അങ്ങനെ പറയുവാൻ ആഗ്രഹിക്കുന്നവരെ തലയിൽ കവിച്ചാട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. സ്വർഗസ്ഥനായ ദൈവമേ, ആർക്കാണ് പ്രാർത്ഥന വേണ്ടത്? എഴുന്നേറ്റ് നിൽക്കാം. ഹല്ലേലൂയ. ഇരുന്നുകൊണ്ടല്ല, പ്രാർത്ഥിക്കാൻ പോവുകയാണ്. സ്വർഗസ്ഥനായ ദൈവമേ, ഞാൻ ഈ പ്രിയപ്പെട്ടവർക്കായിട്ട് പ്രാർത്ഥിക്കുന്ന ഈ സമയത്ത് അവരുടെ ഓട്ടം തികയ്ക്കുവാൻ അവരെ സഹായിക്കണമേ. അവരുടെ ഫോക്കസ് ക്രിസ്തുവിലായിരിക്കട്ടെ. അവരുടെ ഫോക്കസ്
അവരുടെ ഓട്ടത്തിലായിരിക്കട്ടെ. അവരുടെ ഫോക്കസ്, അവരുടെ പ്രതിഫലം. എന്താണ് പ്രതിഫലം? യേശു ക്രിസ്തുവിൻ്റെ മുഖത്തെ സംതൃപ്തിയുടെ ഒരു ചിരി, സംതൃപ്തിയുടെ ഒരു പുഞ്ചിരി. ഹല്ലേലൂയ. അത് കാണുവാൻ കർത്താവ് ഇടയാക്കി തരണമേ. ഈ 3 പ്രതിഫലവും നോക്കിക്കൊണ്ട് ഈ ഓട്ടം തികയ്ക്കുവാൻ, ഫിനിഷ് ലൈനിലെത്തുവാൻ കർത്താവരെ സഹായിക്കണമേ, എന്നെയും സഹായിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. വാച്ച്മാൻ നീ ഇങ്ങനെ പറഞ്ഞു, നിൻ്റെ ഓട്ടക്കളത്തിൽ നീ ഓടുമ്പോൾ നിൻ്റെ കവിളിലൂടെ കണ്ണുനീരൊഴുകി ഇറങ്ങിയാൽ ഇടത് കൈ കൊണ്ട് കണ്ണുനീർ തുടച്ച് വലത് കൈ കലപ്പയിൽ മുറുകെ പിടിച്ചുകൊണ്ട് ചുവടുകൾ വെച്ച് മുമ്പോട്ട് പോവുക. കർത്താവ് ഇതിന് നിങ്ങളെ സഹായിക്കട്ടെ, യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ. ഈ സന്ദേശം എല്ലാവർക്കും അയച്ചു കൊടുക്കണം. കേൾക്കട്ടെ, ആളുകൾ തീരുമാനമെടുക്കട്ടെ, യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ. അടുത്ത ആഴ്ച വീണ്ടും കാണാം.